ఉపాసకానాం యదుపాసనీయం ఉపాత్తవాసం వటశాఖిమూలే తద్ధామదాక్షిణ్యచుషా స్వమూర్త్యా జాగర్తు చిత్తే మమ బోధరూపం అద్రాక్షం అక్షీణదయానిధానం ఆచార్యమాద్యం వటమూలభాగే మౌనేన మందస్మితభూషితేన మహర్షిలోకస్య తమోనుదంతం విద్రావితాశేషతమో గణేన ముద్రా విశేషేణ ముహుర్మునీనాం నిరస్యమాయాం దయయా విధత్తే దేవో మహాంస్తత్వమసీతి బోధం మమాద్య దేవో వటమూలవాసీ కృపా విశేషాత్కృత సన్నిధానః ఓంకార రూపాం ఉపదిశ్య విద్యాం ఆవిద్యగధ్వాంతమపాకరోతు అపార సచ్చిత్ సుఖవారిరాశేః యస్యోర్మిమాత్రం భువనం సమస్తం గుహాహితం తం రమణం గభీరం చింతావిహీనం హృది చింతయామి. దేహం మృణ్మయవజ్జడాత్మకం అహం బుద్ధిర్న తస్యాస్త్యతో నాహం తత్తదభావసుప్తిసమయే సిద్ధాత్మసద్భావతః కోహం భావయుతః కుతో వరధియా దృష్ట్వాత్మనిష్టాత్మనాం సోహం స్ఫూర్తితయా అరుణాచలశివః పూర్ణో విభాతి స్వయం. శ్రుత్యర్థగోచరం వందే వాచ్యార్థానామగోచరం లక్ష్యార్థవపుషం వందే శంకరం దేశికం గురుం. భవయేవ భవానితి మే నితరాం సమజాయత చేతసి కౌతుకితాం మమ వారయ మోహమహాజలధిం భవ శంకరదేశిక మే శరణం. యోऽन्तః ప్రవిశ్య మమ వాచమిమాం ప్రసుప్తాం సంజీవయత్య కిల శక్తిధరస్వధామ్నా అన్యాంశ హస్తచరణశ్రవణత్వగాదీన్ ప్రాణాన్నమో భగవతే పురుషాయ తుభ్యం. అజ్ఞానాంతర్గహనపతితాన్ ఆత్మవిద్యోపదేశైః త్రాతుం లోకాన్ భవదవశిఖాతాపపాపచ్యమానాన్ ముక్త్వా మౌనం వటవిటవినో మూలతో నిష్పతంతి శంభోర్మూర్తిః చరతి భువనే శంకరాచార్యరూపా.
വളരെ സരളവും ഹൃദ്യവും ഗഹനവുമായിട്ടുള്ള ഒരു ചെറിയ വിഷയമാണ് ഇന്ന് നമുക്ക് ഇവിടെ സത്സംഗത്തിന് എടുത്തിരിക്കുന്നത്. ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ ഹൃദ്യം, കഥ എന്ന് പറയുമ്പോൾ സരളം, ഉപദേശം എന്ന് പറയുമ്പോൾ ഗഹനം. അധ്യാത്മ ജീവിതത്തിന് ഒരു ഗുരു വേണം, ശാസ്ത്രം വേണം, ഒരു ഉപാസനാ സമ്പ്രദായം വേണം. ഇതെല്ലാം അടങ്ങുന്നതിനെയാണ് നമ്മൾ സമ്പ്രദായം എന്ന് പറയുന്നത്, പരമ്പര. അങ്ങനെ സർവവും ഉള്ളടക്കിക്കൊണ്ടുള്ള ഒരു അധ്യാത്മ പരമ്പരയാണ് നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിന് സനാതനധർമ്മമെന്നും വൈദികധർമ്മമെന്നും വേദാന്തജ്ഞാനമെന്നും പല പേര്. സനാതനം എന്ന് പറയുമ്പോൾ അനാദികാലം, കാലം കൊണ്ട് സ്പർശിക്കപ്പെടാത്തത്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു സാർവഭൗമ മഹാവ്രതം, ലോകത്തിലെല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ളത്. സത്യം, ദയ, മൈത്രിഭാവം, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങളുടെ മതത്തിലില്ല എന്ന് പറയാനൊക്കില്ല. ഇതൊക്കെ നാസ്തികന് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറയുന്ന ഈ ലക്ഷണങ്ങൾ ബുദ്ധൻ ഇതേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ്. നമ്മൾ വിചാരിക്കണം ഹിന്ദു മതത്തിന് മാത്രമാണ് സനാതനധർമ്മം എന്ന് പേര്. അങ്ങനെ പറയുകയാണെങ്കിൽ ബുദ്ധമതം ഇതിനകത്ത് അടങ്ങിപ്പോവും. ഏഷധർമ്മ സനാതനഃ ന വൈരേണ ശാമ്യന്തി വൈരാണീഹ കദാചന അവൈരേണ ഹി ശാമ്യന്തി ഏഷധർമ്മ സനാതനഃ എന്ന് ധർമ്മപദത്തില് ബുദ്ധന്റെ വാക്കാണ്. അപ്പൊ സനാതനം എന്ന് വെച്ചാൽ കാലപരിധിക്കുള്ളിൽ വരാത്ത, എല്ലാ കാലത്തും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള കാര്യം. എല്ലാവർക്കും. അതിന് നാസ്തികനെന്നോ ആസ്തികനെന്നോ പോലും ഭേദമില്ല, എല്ലാവർക്കും വേണം. അപ്പൊ എല്ലാവർക്കും വേണ്ടത് എന്താ? സൗഖ്യമായിട്ടിരിക്കണം, സുഖമായിട്ടിരിക്കണം, ശാന്തി വേണം. ആർക്കാ വേണ്ടാത്ത? എല്ലാവർക്കും വേണം. പക്ഷേ എനിക്ക് സൗഖ്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചാൽ അത് ധർമ്മമല്ല. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അപ്പോഴേ അത് സനാതനമാവുള്ളൂ. ആ സൗഖ്യം എല്ലാവർക്കും വേണം. നമ്മൾക്കിപ്പോൾ ശങ്കരാചാര്യരാണ് വിഷയം. ശങ്കരാചാര്യർ പരമേശ്വരനെ, ശിവനെ സ്തുതിച്ചുകൊണ്ട് 100 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശിവാനന്ദ ലഹരി എന്നാണ് അതിമനോഹരമായ മധുരമായ കൃതി. അതിപ്പോൾ നമ്മൾ മലയാളത്തിൽ വ്യാഖ്യാനിച്ച് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് അവസാനമാകുമ്പോൾ ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തി ചെയ്യുന്നുണ്ട്. അതിലൊരു ശ്ലോകം, വളരെ മനോഹരമായ ശ്ലോകം. ത്വത്പാദാംബുജം അർച്ചയാമി പരമം ത്വാം ചിന്തയാമ്യന്വഹം ത്വാമീശം ശരണം വ്രജാമി വചസാ ത്വാമേവ യാചേ വിഭോ വീക്ഷാം മേ ദിശ ചാക്ഷുഷീം സകരുണാം ദിവ്യൈഃ ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മദീയ മനസഃ സൗഖ്യോപദേശം കുരു. ഈ ശ്ലോകം ഇപ്പം എടുത്തത് എന്തിനാന്ന് വെച്ചാൽ അവസാനത്തെ വരിക്ക് വേണ്ടിയിട്ടാണ്. ശിവനെ ലോകഗുരു എന്നാണ് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ശിവൻ ആരാണ്? ഒരു അധ്യാത്മ ചൈതന്യത്തിനൊരു ഐഡിയലാണ് ദക്ഷിണാമൂർത്തി. എപ്പോഴും ഏകാന്തമായിട്ട് ധ്യാനത്തിൽ ഇരിക്കുന്ന മൂർത്തി. അങ്ങനെ വേണമല്ലോ ഒരു സാധകന് വഴി കാണിക്കണമെങ്കിൽ. അധ്യാത്മപഥത്തിൽ നടക്കുന്ന ആൾക്ക് വിരക്തനായി ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്ന ഒരു മഹായോഗി. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലല്ല സ്തവത്തില് ഉപാസകാനാം യദുപാസനീയം ഉപാത്തവാസം വടശാഖിമൂലേ എന്ന് പറഞ്ഞു. ഉപാസകന്മാർ ഉപാസിക്കേണ്ട മൂർത്തി ഏകാന്തമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ ഒരു ടെക്നിക് പറഞ്ഞിട്ടുണ്ട്. ധ്യാനസിദ്ധനായ മഹാപുരുഷന്മാരുടെ ഹൃദയത്തിനെ ധ്യാനിക്കുക എന്നാണ്. യഥാഭിമത ധ്യാനാദ്വാ, അല്ലെങ്കിലോ ആരുടെ ഹൃദയത്തിൽ ധ്യാനം സിദ്ധമായിട്ടുണ്ടോ അവരുടെ ഹൃദയത്തിനെ ധ്യാനിച്ചാലും ധ്യാനം സിദ്ധിക്കും. അതിനാണ് ദക്ഷിണാമൂർത്തിയുടെ രൂപം. നല്ല പ്രശാന്തമായ മൗനമായി നിശ്ചലമായി ചിന്മുദ്രയോടെ ഇരിക്കുന്ന ആ രൂപം. നോക്കുമ്പോൾ ബുദ്ധന്റെ ശില, ബുദ്ധനെ ആരും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കുന്നു ഭാവന ചെയ്യാണ്. ആ വിഗ്രഹം കണ്ടിട്ട് എത്ര പേർക്ക് ആ ഇൻസ്പിറേഷൻ. ദക്ഷിണാമൂർത്തി ശിവൻ. അപ്പോൾ ആ പരമേശ്വരനോട് ചോദിക്കുക, എനിക്കൊരു ഉപദേശം തരുമെന്ന്. എന്താ ഉപദേശം? മനസ്സഹ സൗഖ്യോപദേശം കുരു. എൻ്റെ മനസ്സ് സുഖമായിട്ടിരിക്കണം, ശാന്തമായിട്ടിരിക്കണം. അതിനൊരു രഹസ്യം അങ്ങോട്ട് പറഞ്ഞുതരാം, എനിക്ക് ഉപദേശം തരൂ. മദീയ മനസ്സഹ സൗഖ്യോപദേശം കുരു എന്നാണ് പ്രാർത്ഥന. ഈ സൗഖ്യോപദേശമാണ് അധ്യാത്മോപദേശം, സ്പിരിച്വൽ ടീച്ചിങ്. ഉപദേശം, ഉപാസന, ഇതിന് രണ്ടിനും ഒരാളെ അധികാരിയാക്കാൻ ഉപനയനം, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒരാളുടെ ജീവിതത്തിൽ ഉപനിഷത്ത് പൂത്തുവരുന്നത്. ജ്ഞാനം. ഉപനിഷത്ത് എന്ന് വെച്ചാൽ ജ്ഞാനം. ഇപ്പൊ എന്തൊക്കെയായി? ഉപനയനം, ഉപാസന, ഉപദേശം, ഉപനിഷത്ത്. ഇത്തരത്തിലുള്ള ഒരു ഉപദേശ ലാഭത്തിനു വേണ്ടിയാണ് ഒരു കുട്ടി കേരളത്തിൽ നിന്നും മധ്യപ്രദേശ് വരയ്ക്കും നടന്നു പോയത്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്പമെങ്കിലുമൊക്കെ നമ്മളുടെ ഉള്ളിലും അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളും
യാത്ര ചെയ്തൊക്കെ വന്നിരിക്കുന്നത്. എളുപ്പമൊന്നുമല്ലല്ലോ ഈ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ വരിക. ഇപ്പോൾ ബുദ്ധിമുട്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് പലരും. അപ്പം നമ്മളുടെ ഉള്ളിലൊക്കെ ആ അഗ്നി, ആ തിരിയുണ്ട്, ആ വിളക്കുണ്ട്. സത്യം വേണമെന്നുള്ള ദാഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനുള്ള ദാഹമാണെന്ന് വെച്ചാൽ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ദാഹമുണ്ട്. ഇന്നലെ സേലത്തിൽ തമിഴിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. വിഷയം എന്താന്ന് വെച്ചാൽ അധ്യാത്മജീവിത വാഴ്ക്കയിൽ ശാന്തി എന്നാണ് സബ്ജക്റ്റ്. ജീവിതത്തിൽ ശാന്തി. അപ്പൊ ശാന്തി കുറേ വിഷമിച്ച് ജീവിതത്തിൽ ദുഃഖിച്ച് കഴിയുമ്പോൾ ഉള്ളില് ശാന്തിക്ക് പെരുത്ത ഒരു പശിയെടുക്കും. ഒരു വിശപ്പ് വരും ഉള്ളില്. നമ്മള് പച്ച മലയാളത്തിൽ പശി എന്ന് പറയും. പേടിക്കണ്ട, തമിഴ് കയറി വന്നതൊന്നുമല്ല. പെരുത്ത പശി എന്ന് പറയും. നല്ല ശാന്തിക്ക് നല്ല പെരുത്ത പശി വരും ഉള്ളില്. ഒരു തമിഴ് പാട്ടുണ്ട്, പശിത്ത് ഭുജിത്ത് ശിവത്തെ അകത്തിൽ ഇരുത്ത്. നല്ല വിശപ്പോടുകൂടെ ഈ അധ്യാത്മവിദ്യയെ ഉള്ളിൽ അറിഞ്ഞിട്ട് ശിവത്തിനെ എന്ന് വെച്ചാൽ ജ്ഞാനത്തിനെ, ആത്മാനുഭവത്തിനെ ഹൃദയത്തിൽ ചലിക്കാതെ ഇരുത്തുന്നതാണ്. ശാശ്വതമാക്കി നിലനിർത്താൻ. നല്ല മനോഹരമായ പശിത്ത് ഭുജിത്ത് ശിവത്തെ അഹത്തിൽ ഇരുത്ത്. ശിവം എന്ന് വെച്ചാൽ തന്നെ ശാന്തി എന്നർത്ഥം. ഉപനിഷത്ത് തന്നെ അങ്ങനെയാണ് അർത്ഥം പറയുന്നത്. ശിവം, ശാന്തം, അദ്വൈതം, ഇതൊക്കെ പര്യായപദങ്ങളായിട്ടാണ് മാണ്ഡുക്യ ഉപനിഷത്ത് പറയുന്നത്. ശിവം, ശാന്തം, അദ്വൈതം. അദ്വൈതം എന്ന് വെച്ചാൽ രണ്ടാമത് ഒന്നുമില്ല. ഈ രണ്ടാമതൊന്നും ഉള്ളിൽ വന്ന ശാന്തി വരും. ഒരു വിഷയം പറയുമ്പോൾ പോലും വേറെ എന്തെങ്കിലും വിഷയം ഉള്ളിൽ വന്നാൽ അശാന്തി വരും. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരാളെ കുറിച്ച് ചിന്ത വന്നാൽ അശാന്തി വരും. അപ്പോ അന്യമില്ല, അദ്വൈതം, ദ്വൈതമില്ല, രണ്ടില്ല, ഉള്ളില് ശാന്തിയുണ്ട്. ഈ ഒരു ശാന്തിയാണ് ആത്മാവ്, ശാന്തിയാണ് നിർവാണം. ബുദ്ധനും ഒക്കെ അന്വേഷിച്ചു പോയതൊക്കെ അതാണ്. അല്പം ശാന്തി എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ശാന്തി വേണം. ഇനി ശരിക്കും ഒരു ഇന്റലിജന്റ് റിസോൾവ്, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. നല്ല അറിവോടുകൂടെ ഒരു നിശ്ചയം വരെയാണ്. വ്യവസായാത്മിക ബുദ്ധി എന്ന് ഗീതയിൽ ഭഗവാൻ പറയാം. കുറേ വിഷമിച്ച് കഴിയുമ്പോഴേ ആളുകള് ഈ ലോകത്തിൽ വിഷമിച്ച് കഴിയുമ്പോൾ ഈ ദോശ റോസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങോട്ടിട്ടിട്ട് അങ്ങോട്ടിട്ട് ഈ മായ വിഷമിപ്പിച്ച് കഴിയുമ്പോൾ അവസാനം പറയും, എനിക്ക് പണവും പേരും പുകഴും ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ശാന്തി വേണം, എനിക്ക് ശാന്തി വേണം. ഗീതയുടെ അവസാന വാക്ക് ശാന്തിയാണ്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഭഗവാന്റെ പ്രസാദം എന്താ ഭഗവാന്റെ പ്രസാദം? പായസമൊന്നുമല്ല അല്ലേ. ഇന്നലെ വടക്കനാഥന്റെ പ്രസാദം കിട്ടി, നെയ്യപ്പം. അതൊക്കെ ശരിയായ മിനിറ്റിനുള്ളിൽ തീർന്നു പോകും. ശരിയായ ശാന്തിയാണ് ശിവപ്രസാദം. നല്ല ശിവപ്രസാദം എന്ന് വെച്ചാൽ ശാന്തിയാണ്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു, ശരണാഗതി ചെയ്യൂ, ശാന്തി വരും. ഇപ്പൊ ശാന്തിയാണ് സമാധി. ചിത്തത്തില് വൃത്തികളില്ലാതെ ശാന്തമായിട്ട് ഇരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് വിളിക്കുന്നത്. മനസ്സിൽ ധാരാളം ചിത്തവൃത്തികൾ വരുന്നു. ക്വൈറ്റിറ്റ്യൂഡ്, നിശ്ചലത. നിശ്ചലതത്വേ ജീവൻ മുക്തി. ശങ്കരാചാര്യർ പറഞ്ഞു. സത്സംഗത്തിന് പ്രയോജനം എന്താ? സത്സംഗത്വേ നിസ്സംഗത്വം.
കുറച്ച് സത്സംഗത്തിൽ വരുമ്പോൾ പതുക്കെ പതുക്കെ ഈ ലോകത്തിലുള്ള വിഡിത്തങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. അതാണ് നിസ്സംഗത്വം, വേറെ ഒന്നുമില്ല. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. നിസ്സംഗത്വം എന്താന്ന് വെച്ചാൽ വേണ്ടാത്തയിടത്ത് പോയിട്ട് തലയിടില്ല, രാഗദ്വേഷമില്ല, കുടുംബത്തിൽ പല കാര്യങ്ങൾ പലരും പറയും, എല്ലാം മിണ്ടാതെ തലകുലുക്കി ശാന്തമായിട്ടിരിക്കും. അതാണ് നിസ്സംഗത്വം. കുറച്ച് കഴിയുമ്പോൾ നിർമോഹത്വം, വെളിയിലെന്തോ സാധിച്ച് നേടിയെടുക്കാനുള്ള ഈ ഭ്രമമൊക്കെ പോകും. നിർമോഹത്വേ നിശ്ചലതത്വം. മനസ്സ് പുറമേക്ക് അലയുന്നതൊക്കെ നിർത്തി കഴിയുമ്പോൾ ഉള്ളില് മനസ്സ് നിശ്ചലാവല്ല, ഉള്ളില് നിശ്ചലമായ ഒരു തത്വമുണ്ട്. അതിനെ മനസ്സ് റിഫ്ലക്റ്റ് ചെയ്യും. There is a still principle. The mind just reflects it. അത്രയേ ഉള്ളൂ. ചിത്തം അതിനെ പ്രതിബിംബിക്കുന്നു. ചുമ്മാ പ്രതിബിംബം അല്പനേരത്തേക്ക് വന്നിട്ട് പോവുമല്ല, നല്ലവണ്ണം മനസ്സ് തെളിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള ശാന്തിയെ, നിശ്ചലതയെ അതങ്ങനെ തന്നിൽ ധരിക്കും. അതാണ് നമ്മൾ ധ്യാനം അല്ലെങ്കിൽ സമാധി, നിർവാണ സുഖം എന്നൊക്കെ പറയുന്നത്. ഈ നിർവാണ സുഖത്തിന് വേണ്ടിയാണ് പലരും പരീക്ഷിത്ത് ഗംഗയുടെ തീരത്തിൽ പോയിരുന്നു. ഭാഗവതത്തിൽ പറയുന്നു, ബുദ്ധൻ രാജ്യമൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് പോയി. എന്താന്ന് വെച്ചാൽ രാജാവായിട്ട് ഇരുന്നൂടെ, ആ ടെൻഷനാണ്. അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു സമാധാനവും ഇല്ല. എന്താ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര്? ശുദ്ധോദൻ. ഒരു സമാധാനം ഇല്ല എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ തീരുമാനിച്ചു, ഇതൊന്നും വേണ്ട, നിർവാണം പരമം സുഖം. ഇത് ബുദ്ധന്റെ വാക്കാണ്. നിർവാണം പരമം സുഖം. വളരെ മനോഹരമായ ശ്ലോകം ധർമ്മപത്രത്തിലാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഓർമ്മ വെച്ചോളൂ. ആരോഗ്യം പരമോ ലാഭ. ഫസ്റ്റ് ലൈൻ. ആരോഗ്യം ലാഭത്രേ. ആരോഗ്യം ഉണ്ടെങ്കിൽ കേടുവരുത്തി കളയരുത്. നല്ല ലാഭമാണ്, ഗിഫ്റ്റാണത്. അതിനെ വെറുതെ ദുശ്ചര്യകൾ കൊണ്ട് കേടുവരുത്തി കളയരുത്. കഴിയുന്നതും ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോവാം. ആരോഗ്യം പരമോ ലാഭ. സന്തുഷ്ടി പരമം ധനം. ധനം എന്താ അറിയോ? പണം. കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാം. ഇതൊക്കെയാണ് ഈ 12 വർഷം തപസ് ചെയ്ത് ബുദ്ധൻ നേടിയ അറിവേ. സന്തോഷമായിട്ടിരിക്കുക. സന്തുഷ്ടി പരമം ധനം. ഇതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. സന്തുഷ്ട സതതം യോഗി. വിശ്വാസ പരമോനാഥ. ഇതാണ് വരി, അടിവരയിടേണ്ട വരി. നല്ല വിഷയങ്ങളിൽ വിശ്വാസം, സത്യം, അഹിംസ, അധ്യാത്മചര്യ, ഇതൊക്കെ വാസ്തവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ സാക്ഷാത്കാരം, അല്ലേ, സെൽഫ് റിയലൈസേഷൻ. അത് നേടിക്കഴിഞ്ഞിട്ടാണോ അറിയണത്? അല്ല, മുമ്പ് തന്നെ ഒരു വിശ്വാസം വരണം. ഇതുണ്ട്, എനിക്കറിയാം. ദർ ഈസ് എൻ ഇൻറ്റ്യൂഷൻ. വിശ്വാസ പരമോ. ആ വിശ്വാസത്തിലാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞു നിർവാണം പരമം സുഖം. ഏറ്റവും വലിയ സുഖം എന്താന്ന് വെച്ചാൽ നിർവാണം. നിർവാണം എന്താ? ആത്മാവിന്റെ സ്വരൂപമാണ്. അഹങ്കാരമില്ലാത്ത സ്റ്റേറ്റ്, പൂർണ്ണമായ ആകാശമാത്രമായ സ്ഥിതി ഉള്ളില്, അഭിമാനമില്ലാത്ത ശാന്തി, ശാശ്വതമായ ശാന്തി. അപ്പൊ ഈ ശാശ്വതമായ ശാന്തി വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്പോ നമ്മളുടെ ഉള്ളില് ഒരു ശക്തി ഉണരും. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ തന്ത്ര യോഗ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പൊ കുണ്ടലിനി ശക്തി, കേരളത്തിലുള്ളവർക്കൊക്കെ ഇത് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാണ്. ആരെങ്കിലുമൊക്കെ ഈ എഴുതിയിട്ടുണ്ടെങ്കിൽ ചോട്ടിൽ നോക്കിയാൽ കാണാം തന്ത്ര യോഗ. അധികവും മലയാളികളായിരിക്കും, അല്ലെങ്കിൽ ബംഗാളികളായിരിക്കും. അപ്പൊ എന്താ കുണ്ടലിനി? വളരെ സിമ്പിളായിട്ട് കുണ്ടലിനി പറയാം. ഈ പരമശാന്തി വേണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അത്യദ്ഭുതമായൊരു ഇച്ഛാശക്തി ഉണരും. ആ ഇച്ഛാശക്തി വളരെ വേഗം
ഉണ്ണുക, ഉറങ്ങുക, കാമഭോഗങ്ങൾ അനുഭവിക്കുക, സംരക്ഷണം, ഇതൊക്കെയാണ് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക ചക്രത്തിന്റെ പണി. അവിടുന്നൊക്കെ കടന്നുപോയി അധ്യാത്മത്തില് രുചി ഉണ്ടായി തുടങ്ങും. ശുഭേച്ഛ എന്ന് വേദാന്തികൾ പറഞ്ഞു. നിർവാണം വേണം എന്ന് വെച്ചാൽ ഒരു ബുദ്ധൻ, ഒരു രാജകുമാരൻ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പുറപ്പെടണമെങ്കിൽ എത്ര വിൽ പവർ വേണം? അപ്പൊ ഉണർന്നു ആ ശക്തി ഉണരുമ്പോഴാണ് ഈ സത്യാന്വേഷണം നടക്കുന്നത് അല്ലേ. ഒരു രമണ മഹർഷി 17 വയസ്സ് കുട്ടി മധുരയിൽ നിന്നും ഈ സത്യം ആണ് വേണ്ടത്, ആ സത്യത്തിനെ ശിവൻ എന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ. അച്ഛന്റെ അടുത്തേക്ക് പോകണു എന്ന് എഴുതി വെച്ചു, അത്രേ അറിയുള്ളൂ. അറിയണമെന്ന് പോലും ഇല്ല. അച്ഛന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു എന്നാണ് ലെറ്റർ എഴുതി വെച്ചിട്ട് തിരുവണ്ണാമലയ്ക്ക് പോയത്. ഈ വിൽ പവർ അത് മനുഷ്യന്റെ വിൽ പവർ അല്ല, മഹാശക്തിയുടെ ആകർഷണമാണ്. അത് ഉള്ളിൽ വന്നപ്പോഴാണ് ഒരു കുട്ടി, കേരളത്തിൽ ജനിച്ച ഒരു കുട്ടി, നമ്മുടെ അടുത്ത കാലടിയിൽ ജനിച്ച ഒരു കുട്ടി, ആ ഉണ്ണി 8 വയസ്സായപ്പോ കേരളത്തിൽ നിന്നും മധ്യപ്രദേശ് വരയ്ക്കും നടന്നു. ഇന്ന് തന്നെ മധ്യപ്രദേശിൽ ധാരാളം കാടുണ്ടല്ലോ. ശങ്കരാചാര്യർ ഗോവിന്ദ ഭഗവത്പാദരെ കണ്ട ഗുഹ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഒരാള് ചെന്നൈയില്, ഇത് ഇപ്പോഴൊക്കെ നിശ്ചയിച്ചു, അത് ഒരു റിസർച്ച് നടന്നു ഒരു 1960s 1960കളിൽ. അപ്പോൾ പല ഗുഹകളും അന്വേഷിക്കുമ്പോൾ ഒരു കാട്ടിലുള്ള ഒരാൾ പറഞ്ഞു, കാഞ്ചി ശങ്കരാചാര്യ സ്വാമികൾ, പരമാചാര്യർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ലക്ഷണമുള്ള ഗുഹയെ കണ്ടുപിടിക്കുക എന്ന്. ഇദ്ദേഹം അതും പറഞ്ഞ് ഒരു കാട്ടുജാതിക്കാരനെയും വിളിച്ചോണ്ട് പോയി. ചെന്ന് ആ ഗുഹ കാണുമ്പോൾ നല്ല പറഞ്ഞ ലക്ഷണത്തോടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരാ ഗുഹയിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ ഒരു പെൺപുലി 4 കുട്ടികളും കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്തിരിക്കുന്ന ഈ കാട്ടുജാതിക്കാരനെ നോക്കുമ്പോൾ അയാൾ മരത്തിന്റെ മേലെയാ. അപ്പോ ഞാൻ പിന്നെയാണ് എന്നെ ശ്രദ്ധിച്ചത്, ഞാനും മരത്തിന്റെ മേലെയാ. എനിക്ക് മരം കയറാൻ പോലും അറിയില്ല, പക്ഷെ ഞാൻ കയറി. അപ്പോ ഈ അടുത്ത കാലത്ത് തന്നെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്ന് എങ്ങനെ ആയിരുന്നിട്ടുണ്ടാവും? ഇവിടുന്ന് കേരളത്തിൽ നിന്നും മധ്യപ്രദേശിലേക്ക് ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്തേക്ക് ആ ഉണ്ണി 8 വയസ്സ് കുട്ടി, എത്രാം ക്ലാസ് ആയിട്ടുണ്ടാവും? 3ാം ക്ലാസ്സോ? ഇത്രയേ ഉള്ളൂ അല്ലേ? ആ പ്രായത്തില് ഇവിടുന്ന് പോയി. പക്ഷേ അപ്പോഴേക്കും ചതുർവേദി എന്നാണ് പറയുന്നത്, വേദാധ്യയനമൊക്കെ പൂർത്തിയായി. അതിനേക്കാളും അല്പം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എഴുതിയ മനോഹര ശ്ലോകമാണ്, കാളിദാസനെയൊക്കെ അതിശയിക്കുന്ന ശ്ലോകമാണ്. അംഗം ഹരേഹി പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ മുഗ്ധാ മുഹുർവിദധതി വദനേ മുരാരേഃ പ്രേമത്രപാ പ്രണിഹിതാനി ഗതാഗതാനി മാലാദൃശോഹം മധുകരീവ മഹോത്പലേയാ സാ മേ ശ്രിയം ദിശതു സാഗരസംഭവായാഃ. അത്യദ്ഭുതമായ മധുരമായ മനോഹരമായ ഒരു കൃതി കനകധാരാസ്തമം. കഥയൊക്കെ നമുക്കറിയാം അല്ലേ? ശ്ലോകം ചൊല്ലിയതും ഉളന്ന് സ്വർണ്ണ കോയിൻസ് വീണു. പലരും അതൊക്കെ പഠിച്ച് കൂരയും നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ പറയും സാധാരണ അല്ല, ചിലപ്പോൾ പല്ലിയോ വല്ലതും വീഴും. എന്താന്ന് വെച്ചാൽ ശങ്കരാചാര്യർ തനിക്ക് വേണ്ടിയല്ല ചൊല്ലിയത്, കമ്പാഷൻ, കരുണയാണ്. കാരുണ്യം വിസ്താരയ എന്ന്, കരുണാം വിസ്താരയ എന്ന്, കാരുണ്യമാണ് അവിടെ.
ആരോടോ കണ്ടിട്ടുള്ള കരുണ കൊണ്ട് ചൊല്ലിയ ശ്ലോകമാണ്. അതുകൊണ്ട് നടന്നു. ആർക്കാണോ ഒട്ടും ആഗ്രഹമില്ലാത്തത് അവര് വിളിച്ചെല്ലാം പോരും. വിവേകാനന്ദ സ്വാമികൾ എടുത്ത് പറയുന്നുണ്ട്, മൈ വർക്ക് ഫോർ ഇന്ത്യ എന്നൊരു ടോക്ക്. അതിൽ പറയുന്നുണ്ട്, ഡോണ്ട് തിങ്ക് അബൌട്ട് മണി, ഇറ്റ് വിൽ ഫാൾ ഡൗൺ ഫ്രം ദ ഹെവൻസ്, ബിക്കോസ് ഇഫ് ഐ വാണ്ട് ഇറ്റ്, ഇറ്റ് വിൽ ഫാൾ ഡൗൺ ഫ്രം ദ ഹെവൻസ്. എന്താന്ന് വെച്ചാൽ ആഗ്രഹമൊന്നുമില്ല. ആർക്കാണോ ആഗ്രഹമില്ലാത്തത്, അപരിഗ്രഹ പ്രതിഷ്ഠായാം സർവരത്നോപസംഹാര, പതഞ്ജലി യോഗസൂത്രം. അപരിഗ്രഹത്തിൽ പ്രതിഷ്ഠ ആയിക്കഴിഞ്ഞാൽ രത്നങ്ങളും ഒക്കെ വന്ന് വീണോളൂന്നാണ് വേണമെങ്കിൽ. അപ്പോ അങ്ങനെയാണ് ശങ്കരൻ ഈ കനകധാരാസ്തവം ചൊല്ലിയത്. അപ്പോൾ ആ മെച്യൂരിറ്റി വന്നു ഉള്ളില്. സ്പിരിച്വാലിറ്റി നീഡ് മെച്യൂരിറ്റി. എന്താണ് മെച്യൂരിറ്റി? എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയണം. ഈ അധ്യാത്മ ജീവിതം എന്നുള്ള പേരിൽ അടുത്ത് പിന്നെ ഒരു ഈഗോ ട്രിപ്പ് തുടങ്ങാൻ പാടില്ല. വലിയ ആളാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് സിനിമയിൽ നടിച്ചാൽ മതി. ഇപ്പൊ കേരളത്തിലുണ്ട്, ഒരുപാട് സീരിയൽ എടുക്കുന്നുണ്ട് ആളുകൾ, എല്ലാവർക്കും അറിയാം. അതിന് ഫേമസ് ആവാൻ അധ്യാത്മ ജീവിതത്തിനെ നമ്മൾ കേടുവരുത്തേണ്ട ആവശ്യമില്ല. അധ്യാത്മ ജീവിതം നിങ്ങൾക്ക് ശാന്തി വേണം, അല്ലെങ്കിൽ തൃപ്തി വേണം. ഇതൊക്കെയാണ് അതിന്റെ വാക്ക്. ശാന്തി, തൃപ്തി, സന്തോഷം. ഇനിയിപ്പോ വേദാന്തപരമായ ഒരു അർത്ഥം പറയണമെങ്കിൽ ആനന്ദം. ഇതിന് ശാസ്ത്രീയമായ വാക്കെന്താ? യോഗം. വേദാന്തപരമായ വാക്ക് എന്താ? ആത്മസാക്ഷാത്കാരം, ആത്മജ്ഞാനനിഷ്ഠ. ലാക്ഷണികമായ വാക്ക് എന്താ? സമാധി. എനിക്ക് പറയാം. പക്ഷെ എവിടെയോ ഉള്ളിലൊരു ഇൻറ്റ്യൂഷൻ, ആ ഒരു സ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് വേണം, എനിക്ക് സമാധാനം വേണം. നല്ല ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കണം തോന്നണ പോലെ. ശീതളമായ തീർത്ഥം. ഒരു ഗുരുവിനെ കാണുമ്പോ സംസാര ദുഃഖം കൊണ്ട് തപിച്ചിട്ടുള്ള ജീവന് നല്ല ശീതള തീർത്ഥം കാണുന്ന പോലെയാണ്. ശിവനെ കണ്ട് അതാണ് പറഞ്ഞത്, നിത്യാനന്ദ രസാലയം സുരമുനി സ്വാന്തംബുജാദാശ്രയം സ്വച്ഛം സദ്വിജസേവിതം കലുഷഹൃ സദ്വാസനാവിഷ്കൃതം ശംഭുധ്യാന സരോവരം വ്രജമനഃ. മനസ്സിനോട് പറയാണ്, ശംഭുധ്യാന സരോവരത്തിലേക്ക് വരൂ എന്നാണ്. ഇതൊരു സരോവരമാണ്, ഒരു ലേക്കാണ്. ഇതിലുള്ള വെള്ളം എന്താണെന്ന് വെച്ചാൽ സമാധിയാണ്, ധ്യാനമാണ്, അധ്യാത്മ അനുഭൂതി രസമാണ് ഇതിലുള്ള രസം. അതുകൊണ്ട് ഈ ആലയത്തിലേക്ക്, ഈ രസാലയത്തിലേക്ക്, ഈ ലേക്കിലേക്ക് നിങ്ങൾ കടന്നു വരൂ. രമണ മഹർഷിയെ കണ്ട് സാധുവം സ്വാമി എഴുതി, അതിശീതള പരമശിവം അരുണാചല ഗുരു രമണ. അതിശീതള പരമശിവം എന്ന് വെച്ചാൽ ഇവിടെ വെന്തുപോയി, ചുട്ടു. ഇവിടുത്തെ ദുഃഖങ്ങൾ കൊണ്ട് മനസ്സ് വെന്തിരിക്കുമ്പോ ആത്മജ്ഞനായ ഗുരു, ജീവൻ മുക്തനായ ഒരു ഗുരു, ബോധോദയം ഉണ്ടായ ഒരു പരമഹംസനെ കാണുമ്പോ അതിശീതളമായ ഒരു സരസായിട്ട്, സരോവരമായിട്ട് തോന്നും, അല്ലെങ്കിൽ സമുദ്രമായിട്ട് തോന്നും. ആ ശാന്തിയുടെ സമുദ്രത്തിനെ അന്വേഷിച്ചും കൊണ്ടാണ് ഉത്തമ മുമുക്ഷുക്കൾ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നത്. നമുക്ക് ആ ശാന്തി നമ്മളുടെ സ്വരൂപത്തിലാണ്. നമ്മൾ ആരാണെന്ന് അറിയണം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ദുഃഖത്തിന് കാരണം അജ്ഞാനാണ്, അതിന് പരിഹാരം ജ്ഞാനമാണ്. സിമ്പിൾ. ഇതാണ് അധ്യാത്മവിദ്യ. വേറെ ജപ്പടി വിദ്യകളൊന്നും വേണ്ട. ഈ സത്യത്തിനെ അറിയണം, ഞാൻ ആരാണെന്ന് അറിയണം. അറിവില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം. എന്നെ അറിഞ്ഞില്ല, ഞാൻ ആരാന്ന് അറിഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ പൂന്താനമൊക്കെ പാടിയിട്ട് പോയി.
ബോധമില്ലാന്ന്. അതുകൊണ്ടാണ് ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞ് ബോധം വരുത്തുവതിന് ആളായി നിന്ന്. അല്ലെ, അപ്പൊ ബോധക്കേടുണ്ടെന്ന് അർത്ഥം. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരി നാരായണായ നമ. അപ്പോ അത്തരത്തില് ഒരു ലിവിങ് പ്രസൻസ് വേണം. അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മധ്യപ്രദേശില് ഓംകാരേശ്വരത്തില് നർമ്മദയുടെ തീരത്തേക്ക് ഈ കുട്ടി നടക്കുമ്പോ എത്ര വിഷമുണ്ടായിട്ടുണ്ടാവും കാട്ടിലൂടെ. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ നിങ്ങൾ ഈ ആത്മതീർത്ഥം വായിച്ചിട്ടുണ്ടാവും, ശങ്കരാചാര്യയുടെ ജീവചരിത്രം. ഇതിൽ ഈ കഥയൊക്കെ ഉണ്ട്. സാർത്ഥവാഹക സംഘങ്ങളോടുകൂടെ വ്യാപാരികളോടുകൂടെ ഒക്കെയാണ് യാത്ര. അന്നത്തെ കാലത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത ഈ കുട്ടി ഗോവിന്ദ ഭഗവത് പാദരെ കണ്ടു. ആ ഗോവിന്ദ ഭഗവത് പാദരെ ശങ്കരൻ കണ്ടതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് 1500 വർഷങ്ങൾക്ക് ശേഷമോ 2500 വർഷങ്ങൾക്ക് ശേഷമോ, അങ്ങനൊരു വാദമുണ്ട്. ചിലർ പറയുന്നു ക്രിസ്തുവിന് മുൻപാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ക്രിസ്തുവിന് പിൻപാണെന്ന് പറയുന്നു. എന്തായാലും ശങ്കരാചാര്യരുടെ ഉപദേശം, ജ്ഞാനം, അതാണ് നമുക്ക് മുഖ്യം. അത് എവിടുന്ന് വന്നു? ശങ്കരാചാര്യർ തന്നെ പറയുന്നു, ഗുരുവിൽ നിന്നും, ശ്രോത്രിയനായ ബ്രഹ്മനിഷ്ഠനായ ഒരു ആചാര്യനിൽ നിന്നും ഈ വിദ്യ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഓത്തന്റിക് സോഴ്സ്. അല്ലേ, നമുക്കാണെങ്കിലോ ഇന്റർനെറ്റിൽ പോയാൽ മതി. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സംസാരഹ എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഐ നെറ്റ് യു, യു നെറ്റ് മീ. മ്യൂച്വൽ നെറ്റിംഗ്, ഇന്റർനെറ്റ്. ഞാൻ നിങ്ങളെ ബന്ധിക്കും, നിങ്ങൾ എന്നെ ബന്ധിക്കും. അതാണ് ഈ ഒരു ചെറിയ സാധനത്തിന് ആളുകൾ ഭാര്യമാരെ വിടണു, ഭർത്താക്കളെ വിടണു, മക്കളെ വിടണു. ഇതിനെ വിടാൻ വയ്യ. പക്ഷെ ചിലർ അതിനെ നല്ല സത്സംഗത്തിനായി അധ്യാത്മത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരി, ബന്ധപ്പെടില്ല. നമ്മുടെ മനസ്സ് പോലെ തന്നെ മനസ്സിനെ അധ്യാത്മത്തിന് ഉപയോഗിച്ചാൽ ബന്ധമില്ല, അല്ലെങ്കിൽ പെടും. മനസ്സിനെ ഭഗവത് ധ്യാനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, ആത്മവിചാരത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, ജപത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. ആ മനസ്സ് ലോകവിഷയങ്ങളെ ചിന്തിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ബന്ധപ്പെടും. മനസ്സ് തന്നെയാണ് മുക്തി, മനസ്സ് തന്നെയാണ് ബന്ധം. ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു, മേഘേന സൂര്യനെ മേഘം മറയ്ക്കുന്നു, കാറ്റ് മേഘത്തിനെ കൊണ്ടുവന്ന് സൂര്യനെ മറയ്ക്കുന്നു, കാറ്റ് മേഘത്തിനെ അടിച്ചു നീക്കി സൂര്യനെ പ്രകാശിപ്പിക്കും. ഇതേപോലെ മനസാ കൽപ്യത്തെ ബന്ധ മോക്ഷസ്തേന ഇവ കൽപ്യത്തെ. മനസ്സ് തന്നെ ബന്ധത്തിനെ കൽപ്പിക്കുന്നു, മനസ്സ് തന്നെ മുക്തി കൽപ്പിക്കുന്നു. മനസ്സുകൊണ്ട് കൽപ്പിച്ചാൽ മതി, തീരുമാനിച്ചാൽ മതി. വേണം, ഐ ഷുഡ് ബിക്കം ഫ്രീ. അതാണല്ലോ ചില ശ്ലോകങ്ങളൊക്കെ ധ്യാന ശ്ലോകമാണ്. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പൊ ഈ ശങ്കരൻ ഗോവിന്ദ ഭഗവത് പാദരുടെ അടുക്കലെത്തി ഒരു മാജിക് നടന്നു. കൊച്ചുകുട്ടിയാണ്, എല്ലാവരും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ കുട്ടി ഈ സത്യം അറിയാനായിട്ട് ഇത്രയും ദൂരം പോയിരിക്കുന്നു. അവിടെ ചെന്ന് ഗോവിന്ദ ഭഗവത് പാദർ, കുറേ സന്യാസികളും ഒക്കെ അവിടെ ഉണ്ട്, മഹാവിദ്വാൻമാരാണ്. ഗോവിന്ദ ഭഗവത് പാദർ ധ്യാനനിഷ്ഠനായി, സമാധിനിഷ്ഠനായി, ബ്രഹ്മനിഷ്ഠനായി, ജീവൻ മുക്തൻ ഗൗഡപാദരുടെ ശിഷ്യൻ ഈ കുട്ടിയെ കണ്ടതും വളരെ പ്രിയത്തോടുകൂടെ ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചു. ഇത് നമ്മുടെ സമ്പ്രദായമാണ്. നമ്മുടെ മഹർഷി അതാണ് ചോദിച്ചത് എല്ലാവരോടും, നീ ആരാണ്. നമ്മൾ ഉടനെ ആധാർ കാർഡ് എടുത്തു കൊടുക്കും, അല്ലേ? പച്ചക്കള്ളമാണ് ആധാർ കാർഡ്. നമ്മളുടെ ആധാരം തെറ്റായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ് ഒക്കെ കള്ളമാണ്. ഈ കുട്ടിയോട് ചോദിച്ചു, നീ ആരാണ്?
ശങ്കരാചാര്യർ ഇതേപോലെ പിന്നീട് പലരോടും ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ പലരും അവരവരുടെ അവസ്ഥയ്ക്ക് സ്ഥിതിക്ക് അനുസരിച്ച് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചപ്പോ ശങ്കരാചാര്യർ ഒരു 10 ശ്ലോകം ഇൻസ്റ്റാന്റേനിയസ് ആയിട്ട് രചന ചെയ്ത് ചൊല്ലി എന്നാണ്. സർവവേദാന്ത സാരവും ഉള്ളടക്കിക്കൊണ്ട്. എന്നുവെച്ചാൽ പതുക്കെ ഒന്നുമല്ല ഈ സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ഇങ്ങനെ രമണ മഹർഷി പറയണ്ട്, തിരുവണ്ണാമലയിൽ വന്നതും സാക്ഷാത്കാരം. നമ്മൾ ചോദിക്കും, മധുരയിലേ വന്നു. മധുരയിൽ വന്നു, പക്ഷേ അത് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു അത്രേ. മലയെ കണ്ടതും അരുണാചലേശ്വരൻ മഹർഷിയോട് ചോദിച്ചോത്രേ, ഇത് മഹർഷി തന്നെ പറയണതാണ്, നീ ആരാണെന്ന് ചോദിച്ചോത്രേ. അചലമാ കണ്ടേൻ, ഞാനൊരു അചലത്തിനെ കണ്ടു. അപ്പോ അരുണാചലേശ്വരൻ ചോദിച്ചോത്രേ, കണ്ടത് ആരാണ്? കണ്ടവൻ യവൻ എന കരുത്തിനുൾ നാട്, കണ്ടവൻ ഇൻറിട നിன்றது കണ്ടേൻ. കണ്ടത് ആരാണ് എന്ന് ചോദിച്ചത് ഉള്ളില് ഈ കണ്ട ഞാൻ ആരാണ്? ഈ കണ്ടു എന്ന് പറയുന്നത് കണ്ണല്ല. മരിച്ചു കഴിഞ്ഞാലും കണ്ണുണ്ടാവും, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആരോ ആണ് കാണുന്നത്. ആ കാണുന്ന ആൾ ആരാണ്? ഇതിനകത്ത് ആരുണ്ട്? ഇതിനകത്ത് ഞാൻ എന്നുണ്ട്. കണ്ടവൻ ഇൻറിട നിன்றது കണ്ടേൻ. ഈ കണ്ടു എന്ന് പറയണ ഈ ഞാൻ കാണാനില്ല, മറഞ്ഞുപോയി. അവിടെ എന്തുണ്ട്? അവിടെ പിന്നെ എന്തുണ്ട്? ഞാൻ എന്നുള്ളത് മറഞ്ഞുപോയി, പിന്നെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ മഹർഷി പറയണത്, ദക്ഷിണാമൂർത്തി പറയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുന്നു? പണ്ടിനീ വിണ്ടിലൈ വിളക്കിന എന്നാൽ, പണ്ട് പരമേശ്വരൻ ശിവൻ തന്നെ മിണ്ടാതെ മൗനമായിട്ട് ഏതൊരു സത്യത്തിനെ പ്രകാശിപ്പിച്ചു, അതിനെ ഞാൻ എങ്ങനെ മിണ്ടി പറയും? അപ്പോ ആ ദക്ഷിണാമൂർത്തിയുടെ മൗനമാണ് അതിന്റെ അവചനേനൈവ ബ്രഹ്മപ്രോവാച്ച്. ഒരു വാക്കുപോലും ഉരിയാടാതെ ബ്രഹ്മത്തിനെ പ്രകാശിപ്പിക്കുന്ന ആ മൗനം സദ്യ ആ ക്ഷണത്തിനുള്ളിൽ പ്രകാശിച്ചു. സദ്യോമുക്തി എന്നാണ് പറയാറ്. ഗുരു ചോദിച്ചു, ഉള്ളിൽ അനുഭവം ഉണ്ടായി. ഇതാണ് സമ്പ്രദായം. ഇതേപോലെ തന്നെയാണ് മഹർഷിയുടെ അടുത്ത് വന്നവർക്കൊക്കെ. എന്നുവെച്ചാൽ വന്നവർക്കൊക്കെ കിട്ടിയോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. വന്നവര് എന്ന് വെച്ചാൽ അവരേ വന്നിട്ടുള്ളൂ. ശങ്കരാചാര്യർ പറഞ്ഞു, കാശിയിലേക്ക് ആരാ വന്നിട്ടുള്ളത്? ഉള്ളിലുള്ള കാശിയെ ആര് കണ്ടു അവനെ കാശിക്ക് വന്നിട്ടുള്ളൂ. ട്രെയിനിൽ പോയി ഇറങ്ങിയത് കൊണ്ട്, സ്റ്റേഷനിൽ ഇറങ്ങിയത് കൊണ്ട് കാശി യാത്രയാവില്ല. കാശി എന്ന് വെച്ചാൽ പ്രകാശമാനമായ ആത്മാ എന്നർത്ഥം. അതേപോലെ അരുണാചലത്തിൽ വരണമെങ്കിൽ അരുണാചലം എന്താണെന്ന് അറിയണമല്ലോ. ആത്മാവാണ് അരുണാചലം, നമ്മുടെ സ്വസ്വരൂപമാണ് അരുണാചലം. അപ്പോ അതേപോലെ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുക്കൽ ശങ്കരൻ ചെന്നപ്പോ ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചു, കുട്ടി നീ ആരാ? കസ്ത്വം. വളരെ ഗംഭീരമായ 10 ശ്ലോകം. നോക്കൂ, ദർ ഈസ് നോ ഗ്രഡേഷൻ, ഗ്രാജുവാലിറ്റി ഇല്ല സ്പിരിച്വാലിറ്റി. സൂര്യൻ ഉദിക്കുന്ന പോലെയാണ്. ഒരു പ്രാവശ്യം പ്രകാശിച്ചു കഴിഞ്ഞാൽ പ്രകാശിച്ചത് തന്നെ. 32ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യർ സമാധിയാവുന്നതിന് മുമ്പ് ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചു, അങ്ങ് എഴുതിയ കൃതികളിൽ ഏറ്റവും സാരതമമായ ഒരു വിഷയം പറയുമോ? ഏറ്റവും മൊത്തത്തിലെല്ലാം കണ്ടൻസ് ചെയ്ത് സാരമായിട്ടൊരു കാര്യം. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുനാഥന്റെ മുമ്പിൽ വെച്ച് ചൊല്ലി ഈ 10 ശ്ലോകം. ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധഃ തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം. സകല ഉപനിഷത്തിനെയും അടക്കിക്കൊണ്ട് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരം ഞാനല്ല. ഉള്ളിലുള്ള മനസ്സ്, ചിത്തം, അതും ഞാനല്ല. ഇതൊക്കെ ചേർന്നിട്ടുള്ളത് ഞാനല്ല. ഇതിനൊക്കെ അപ്പുറം എല്ലാം സ്വപ്നത്തിലെ ശരീരമില്ല. കിടന്നുറങ്ങി സ്വപ്നം കാണുമ്പോൾ ദേഹം മറന്നുപോയി, വിട്ടുപോയി.
സുഷുപ്തി, സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സും പോയി. അപ്പൊ ശരീരവും പോയി, മനസ്സും പോയി. ആ ഡീപ്പ് സ്ലീപ്പില്, സുഷുപ്തിയില് സംപ്രസാദം എന്നാണ് ശ്രുതി പറയുന്നത്. നല്ല പ്രസന്നമായിരിക്കുമ്പോ അവിടെ എന്തുണ്ട് അറിയില്ല. അവിടെ എന്തുണ്ടോ അതാണ് നമ്മുടെ വാസ്തവമായ സ്വരൂപം. അതിനെയാണ് ശങ്കരാചാര്യര് ശിവം എന്ന് വിളിച്ചത്. ശിവൻ അല്ല, ശിവം, പരമമംഗളം. ശിവം എന്നുവെച്ചാൽ ആ സ്റ്റേറ്റില് നമ്മൾക്ക് ശരീരമില്ല, മനസ്സില്ല, ഞാനെന്നുള്ള അഹങ്കാരമില്ല. എന്നിട്ടും ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ തോന്നുന്നു വീണ്ടും ഒത്തിരി നേരം കൂടെ കിടന്നാൽ വേണ്ടില്ല. അവിടെ എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും സ്വപ്നം കണ്ടു? കണ്ടില്ല. എന്തെങ്കിലും തിന്നില്ല. എന്തെങ്കിലും തൊട്ടു നോക്കിയോ? ഇല്ല. ഞാനെന്നുണ്ടോ? ഇല്ല. എൻ്റെ എന്നുള്ളതുണ്ടോ? ഇല്ല. എന്നിട്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോണം? ഉറങ്ങണ്ടെന്ന്. ഇത്ര കാലം ഉറങ്ങിയില്ലേ? മതി. ഇത്ര വർഷമായി ഉറങ്ങാൻ തുടങ്ങിയിട്ടെന്ന്. എഴുന്നേൽക്കുമ്പോ തന്നെ ഒരു സമാധാനമുള്ളത് വീണ്ടും രാത്രിയാവുമല്ലോ എന്നാണ്. എന്താ അതിലൊരു സുഖം? ഞാനില്ലാതാവുമ്പോ ഒരു സുഖം ഇല്ലേ? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. പിന്നെ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ. വെറും തോന്നലാണത്. ഇറ്റ് ഈസ് ഓൺലി എ തോട്ട്. വാസ്തവമായ ഞാന് ഈ സുഷുപ്തിയിലുണ്ട്. അത് എന്റെ ഞാനല്ല. അതില് ഞാൻ എന്ന് പറയുന്ന ഒരു തോട്ട് വന്നിട്ട് പോവാണ്. അതിനെയാണ് അഖിലം താനിതെന്ന വഴി തോന്നേണമേ. അഖിലം എന്ന് വെച്ചാൽ പൂർണ്ണം, ഘനീഭൂതമായിട്ടുള്ളത്, സമ്പൂർണ്ണ തൃപ്തി സ്വരൂപമായിട്ടുള്ളത്, മനസ്സിന്റെ പ്രവൃത്തി ഇല്ലായ്മ, ഞാൻ എന്നുള്ള വൃത്തിയുടെ ചലനം. അപ്പൊ ഈ വൃത്തി വെറും തോട്ടാണ്. നമ്മൾ ഈ ആധാർ കാർഡിലൊക്കെ പറയണില്ലേ, ഞാൻ ഫസ്റ്റ് പറയണില്ലേ, ആ ഞാനൊക്കെ വെറും ചിത്തവൃത്തിയാണ്. അത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു വിളക്ക് കെട്ടുപോകുന്ന പോലെ കെട്ടുപോകും. ഈ വിളക്ക് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കെടുത്തിക്കളയുന്ന പോലെ ഈ അഹങ്കാരത്തിനെ കോൺഷ്യസ് ആയിട്ട് ഊതിക്കെടുത്തുന്നതാണ് നിർവ്വാണം. നമ്മൾ കെടുത്താതെ പ്രകൃതി കുറച്ചു നേരത്തേക്ക് കെടുത്തിയിട്ട് നിങ്ങളെ ഇരുത്തിയിട്ട് വീണ്ടും തിരിച്ചയക്കണതാണ് ഉറക്കം. നിർവ്വാണം എന്താന്ന് വെച്ചാൽ കോൺഷ്യസ് ആയിട്ട് യു ബ്ലോ ദ ഫ്ലെയിം ഔട്ട്. അഭിമാനവൃത്തി, ഞാനെന്ന ഭാവമത് തോന്നായിക വേണമേ. അങ്ങനെ ആ സ്ഥിതിയിൽ വരുമ്പോഴോ പൂർണ്ണമായി കംപ്ലീറ്റ് തൃപ്തിയാണ്. നമ്മൾ സെൽഫ് റിയലൈസേഷൻ, നിർവ്വാണമൊക്കെ പറയുന്നു. വിദ്യാരണ്യ സ്വാമി വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു. എന്താണ് തൃപ്തി? കണ്ടെന്റ്മെന്റ്, സന്തുഷ്ടി. ഒരു ചെറിയ കുട്ടി, ചിലപ്പോൾ ആ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, കുറച്ച് വലുതായിപ്പോൾ. അയാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ തൃപ്തി എന്ന് പറഞ്ഞില്ലേ, അത് വേറൊരു സ്വാമിയും പറഞ്ഞു തൃപ്തി എന്ന്. അപ്പം അയാളോട് ചോദിച്ചു, എന്താ തൃപ്തി, നീ എന്താ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. അപ്പം അയാൾക്ക് 5-6 വയസ്സേ ഉള്ളൂ. എന്താ തൃപ്തിന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കിഷ്ടമുണ്ടോ ഇല്ലയോ സ്കൂളിൽ പോകണം. അയാളുടെ ഡെഫിനിഷൻ ഓഫ് തൃപ്തിയാണത്. നമ്മൾ സമാധാനപ്പെട്ടുള്ളൂ. തൃപ്തി ആ മനസ്സ് ആത്മാവിലിരിക്കലാണ് തൃപ്തി, സ്വസ്ഥം. അപ്പോ നമ്മൾക്ക് ഒരു ഡിസയറുടെ മൂവ്മെന്റ് ഇല്ലാതെ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കേണ്ടി, ഇതൊക്കെ ഇപ്പൊ സന്യാസികൾ കൂടെ ഗൃഹസ്ഥന്മാർക്ക് പറ്റും? ഗൃഹസ്ഥന്മാർക്കും പറ്റും. എത്രയോ വർഷമായിട്ട് ഗൃഹസ്ഥനായിട്ട് ഇരുന്നിട്ടാണ് ഞാനിപ്പോ പറയണത്. ഒക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും എന്താണോ വരേണ്ടത് വരും. പിന്നെ എന്തിനാ ആഗ്രഹിച്ച് വെറുതെ വിഷമിക്കണം? തൃപ്തിയായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം എന്നാണ്. ഏന കേനചിദാച്ഛന്ന ഏന കേനചിദാശ്രിത എത്ര ക്വചനശായി സ്യാത് തം ദേവാഹ ബ്രാഹ്മണം വിദുഹു. കിട്ടിയത് എന്തോ കഴിച്ചു, തൃപ്തിയായി കിടന്ന ഉറങ്ങി. അപ്പോ ഈ തൃപ്തി, ശാന്തി, മൗനം, യോഗം ഒക്കെ പര്യായ പദങ്ങളാണ്. ഇത് ആണ് ശിവം എന്ന് പറഞ്ഞു ശങ്കരൻ. ഗോവിന്ദ ഭഗവത്പാദർ ആ ശിവമാണ് ഞാൻ, അതാണ് ആത്മാവാണ് ഞാൻ.
ഞാൻ ഈ ശരീരമോ ഒന്നുമല്ല. ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചു ഗോവിന്ദ ഭഗവത്പാദർ. 2 വർഷം കുട്ടി ശങ്കരൻ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുക്കൽ താമസിച്ചു. പരമഹംസനായിട്ട് താമസിച്ചു. സന്യാസാശ്രമത്തില്, അദ്വൈത സമ്പ്രദായത്തില് പരമഹംസാശ്രമം എന്നാണ് പറയാം. പരമഹംസനായിട്ട് താമസിച്ചു. അതിനുശേഷം ഗോവിന്ദ ഭഗവത്പാദർ പറഞ്ഞു, പാവയൻ വസുധാം, ഈ ഭൂമിയെ പവിത്രമാക്കിക്കൊണ്ട് സഞ്ചരിക്കുക. ഈ ഭൂമിയെ പവിത്രമാക്കിക്കൊണ്ട് സഞ്ചരിക്കുക. ഒരു ജീവൻ മുക്തൻ നടക്കുന്ന സ്ഥലത്തൊക്കെ പൃഥ്വി പരിശുദ്ധയായിട്ട് തീരുമെന്ന്. വിവേകാനന്ദ സ്വാമികള് ഒരു യുവാവ് ഈ സത്യം അറിയാനായി ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് വന്നപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധരാ പുണ്യവതീ ചതേന അപാര സച്ചിത് സുഖസാഗരേസ്മിൻ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേതഃ. കുട്ടി, നിന്റെ കുലം പവിത്രമായി, മാതാവ് കൃതാർത്ഥയായി, ഭൂമി പവിത്രമായി, വസുന്ധരാ പുണ്യവതീ ചതേന. എന്റെ അപാര സച്ചിത് സുഖസാഗരേസ്മിൻ, ഈ സച്ചിത് സുഖസാഗരത്തില് ചിത്തം ലയിച്ചവൻ ആരാണോ അവന്റെ ശ്വാസപ്രശ്വാസം കൊണ്ട് പ്രകൃതി ശുദ്ധമാവും. ദേവതകളൊക്കെ സന്തോഷിക്കുന്ന. അപ്പോ അങ്ങനെ ഗോവിന്ദ ഭഗവത്പാദര് ഈ സന്യാസി ആയ ശിഷ്യന്, ഗുരു ശിഷ്യൻ ഭേദമൊന്നും ഗുരുവിനില്ല. ശിഷ്യന് ഗുരുഭക്തി ഉണ്ടാവും. ഗുരു ശിഷ്യനെയും തൻ്റെ തന്നെ സ്വരൂപമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ഇനിമേലാൽ യാത്ര ചെയ്ത് ഈ ഭാരതദേശത്തിലെ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് ഈ വിദ്യ പ്രചരിക്കട്ടെ. അങ്ങനെ യതികള് യാത്ര ചെയ്ത്, എല്ലാവരും ചോദിക്കുക എങ്ങനെ രാജ്യം ഉദ്ധരിക്കപ്പെടും എന്നൊക്കെ. എങ്ങനെ ഉദ്ധരിക്കപ്പെടും? യൂട്യൂബ് വഴിക്ക് നടക്കുമോ എനിക്ക് തോന്നിയില്ല. എല്ലാവർക്കും ഐഡിയാസൊക്കെ കിട്ടുന്നുണ്ട്. യു നീഡ് ലിവിങ് പ്രസൻസ്. ഓരോ ഗ്രാമങ്ങളിലും മഹാപുരുഷന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണത് വന്നിരിക്കുന്നത്. ഒരു വിളക്കിൽ നിന്നേ വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. ഒരു അമ്മ, ഒരു വീട്ടിലൊരു അമ്മ മതി കുട്ടികളെ ഈ അധ്യാത്മത്തിൽ കൊണ്ടുവരാൻ. ശങ്കരാചാര്യർ തന്നെ പറയണത്, എൻ്റെ അമ്മ ആര്യാമ്പാദേവി ഞാൻ ജനിച്ചത് മുതൽ എനിക്കിത് ഊട്ടിത്തന്നു എന്നാണ്. അമ്മയുടെ ഉള്ളിൽ ആധ്യാത്മികത ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കത് വരും. തപസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഃ പയഃ പാരാവാരം പരിവഹതി സാരസ്വതൈവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുഃ ആസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാമജനി കമനീയഃ കവയിതാ. ശങ്കരാചാര്യർ സ്വയമേവ തന്നെ വിശേഷിപ്പിക്കുന്നത് ദ്രവിഡ ശിശു എന്നാണ്. നോക്കൂ, ഇത് ജ്ഞാനസംബന്ധരെ കുറിച്ചാണെന്നും വാദിക്കാം. പക്ഷേ ശങ്കരാചാര്യരെ കുറിച്ച് തന്നെ സുരേശ്വരനും തോടകാചാര്യരൊക്കെ പറയുമ്പോൾ ദ്രവിഡാചാര്യ എന്നാണ് പറയുന്നത്. അപ്പോ ആ ദ്രവിഡ ശിശു ആ അമ്മയുടെ പാല് കുടിച്ചിട്ട് അത് പാലായിരുന്നില്ല, സാരസ്വതമായിരുന്നു. എന്നുവെച്ചാൽ ജ്ഞാനമായിരുന്നു, അധ്യാത്മവിദ്യയായിരുന്നു. അത് കുടിച്ച് കവീനാം പ്രൗഢാനാം ആത്മസാക്ഷാത്കാരം നേടിയ ആളാണ് കവി. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വിടുകയല്ല. അല്ലേ, ചിലരുടെ കവിത കേട്ട് കഴിഞ്ഞാൽ മനസ്സശുദ്ധമാവും. അങ്ങനെയൊക്കെയാണ് കവിത പലപ്പോഴും ഇടക്കാലത്ത് ആളുകൾ പഠിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അതാണ് പണ്ട് സഞ്ജയൻ പറഞ്ഞത്, എലി പന്നി കവിക്കൂട്ടം എന്നൊക്കെ പറഞ്ഞു. കവിത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുകയല്ല, നെഗറ്റിവിറ്റീസിനെ എമനേറ്റ് ചെയ്യലല്ല. ഇടക്കാലത്ത് മലയാളത്തിൽ ഒരുപാട് പ്രശ്നമായിരുന്നു. നല്ല നല്ല ക്യാരക്ടറിനെയൊക്കെ നെഗറ്റീവ് ആക്കുക, ഇതൊക്കെ. അപ്പൊ കവി എന്ന് വെച്ചാൽ ഋഷിയാണ്, ആത്മവിത്താണ്, അലൗകികം കാണുന്നവനാണ്. സിയർ എന്നാണ് പറയാനുള്ളത്. പശ്യകൻ,
ബുദ്ധൻ പോലും ആ വാക്ക് ഉപയോഗിച്ചു. എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്ത് വിപശ്യത്ത് എന്ന് പറഞ്ഞു, പശ്യകൻ എന്ന് പറഞ്ഞു വേദം. ബുദ്ധൻ അതിനെയാണ് വിപശ്യത്ത് എന്നുള്ളതാണ് വിപാശ്യാന. വിപശ്യാന അതാണ് വിപാസന എന്നിപ്പോൾ പറയണത്. വിപാസനയല്ലാതെ വിപശ്യാന അതാണ് അവരുടെ വാക്ക്. എന്ന് വെച്ചാൽ നല്ലവണ്ണം കാണുന്നവൻ എന്നാണ്. അതൊരു യോഗമാർഗമായിട്ട് പറയുന്നത് ബ്രെത്ത് വാച്ചിങ്, പ്രാണനെ പ്രത്യവേക്ഷണം, പ്രാണവിപശ്യാന, പ്രാണനെ അങ്ങനെ ശ്രദ്ധിക്കുക. ചെറിയ ധ്യാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രാക്ടീസ്. നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മന്ത്രം ജപിക്കാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും വേണ്ട. വെറുതെ മൂക്കിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു, പ്രാണൻ പുറത്തേക്ക് വരുന്നു, ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. വെറുതെ ശ്രദ്ധിക്കുക, ഒബ്സർവ്. ഈ ചെറിയ സാധന നിത്യനിരന്തരം ചെയ്യാമെങ്കിൽ സത്യദർശനം ഉണ്ടാവും. രമണ മഹർഷി പറഞ്ഞു, അഹംവൃത്തി, മനസ്സും പ്രാണനും ഒരേ സ്ഥലത്ത് ഉദിക്കുന്നു, ഒരേ സ്ഥലത്തടങ്ങും. പ്രാണനെ ആശ്രയിച്ചും അങ്ങോട്ട് പോവാം, മനസ്സിന്റെ മൂലാന്വേഷണം ചെയ്തും അങ്ങോട്ട് പോവാം. പ്രാണനെ ആശ്രയിക്കുന്നതാണ് യോഗത്തിന്റെ വഴി. മനസ്സിന്റെ അധിഷ്ഠാനത്തിന് ഉണരുന്നതാണ് ജ്ഞാനം. അപ്പൊ ശങ്കരൻ ഈ സത്യം അറിഞ്ഞ് സാക്ഷാത്കൃതാത്മാവായി മധ്യപ്രദേശിൽ നിന്നും ഗുരുവനുഗ്രഹത്തോടുകൂടി ലബ്ധഗുരുവാത്മപ്രസാദ, ഗുരുവിന്റെ അനുഗ്രഹം ആത്മാവിലുണ്ടായ തെളിച്ചം, അനുഭൂതി, സാക്ഷാത്കാരം. അവിടുന്ന് കാശിയിലേക്ക് വന്നു. ശങ്കരാചാര്യരുടെ ഓപ്പണിംഗ് കാശിയിലാണ്. എനിക്ക് തോന്നുന്നു ബുദ്ധൻ കാശിയിലെ സാരനാഥിലാണല്ലോ ഓപ്പൺ ചെയ്തത്. അവിടെയാണല്ലോ ഈ തൻ്റെ ആദ്യത്തെ ഉപദേശം. ഒരു പക്ഷേ എന്തോ ഒരു നിയതി പോലെ ശങ്കരനും ആചാര്യ ശങ്കര ഭഗവത് പാദരും, നോക്കൂ, കേരളത്തിൽ വരുമ്പോൾ അറിയാതെ ശങ്കരനും എന്ന് വന്നു പോകും. ഈ മലയാളത്തിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടേ ആചാര്യ ശങ്കര ഭഗവത് പാദരും തുടങ്ങിയത് കാശിയിലാണ്. കാശിയിലാണ് ആദ്യ ശിഷ്യന്മാരൊക്കെ വന്ന് നിറഞ്ഞത്. പത്മപാദരും ചിത്സുഖനും മറ്റു പലരെയും ആചാര്യൻ തൻ്റെ സമ്പ്രദായത്തിലേക്ക് ഉണർത്തിയതാണ്. കൊച്ചുകുട്ടിയാണ്, 11 വയസ്സാണ്, വെറും 11 വയസ്സ്. ഭാഷ്യരചനയൊക്കെ ചെയ്യുമ്പോൾ 16 വയസ്സിന് മുമ്പ് സമാപിച്ചു. അതാണ് that boy was a great wonder. വിവേകാനന്ദ സ്വാമികളുടെ വാക്കാണ്. That boy was a great wonder. More wondrous are his works. അവതരിപ്പിക്കുമ്പോൾ ശങ്കരനെ then God arose in south. എങ്ങനെയാണ്? ഈശ്വരൻ ദാക്ഷിണാത്യ ദിക്കിൽ ഉദിച്ചു. പലരും നാരായണ ഗുരുവിനെയും ശങ്കരാചാര്യരെയും കൂടെ ശണ്ട കൂടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കിടങ്ങനെ ശണ്ട കൂടിപ്പിക്കും. നാരായണ ഗുരുസ്വാമിയൊക്കെ ശങ്കര ഭാഷ്യം, ശങ്കരാചാര്യരുടെ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് തെളിച്ചമെന്നാണ്. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു ആരാണി അനുകമ്പയാർന്നവൻ. നാരായണ ഗുരുസ്വാമിയുടെ വാക്കാണ്. എന്താ പറയണ? സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു. ഗുരു എന്നാണ്. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു ആരാണി അനുകമ്പയാർന്നവൻ. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ. ചിലർ പറഞ്ഞു നാരായണ ഗുരു ഭഗവത്ഗീതയെ പറഞ്ഞിട്ടില്ല എന്ന്. എന്താ വാക്ക് നോക്കൂ, പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ. അപ്പോ ശണ്ടുണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പിക്കുക ആളുകൾക്ക്. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാർത്ഥകമായിട്ട് ചെയ്യണം. ഒരു മഹാപുരുഷൻ തൻ്റെതായ ഒരു ജീവിതമില്ല, കളിച്ച് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നടക്കേണ്ട പ്രായത്തില് ലോകാനുഗ്രഹത്തിനായിട്ട് യാത്ര തുടങ്ങി. 10-11 വയസ്സില്
ഭാരതം മുഴുവൻ യാത്ര തുടങ്ങി 32 വയസ്സാവുമ്പോഴേക്കും ആ ശരീരം തളർന്നു പോയിട്ടുണ്ടോ? നമ്മൾ തിരിച്ചു കൊടുക്കണതോ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അല്ലേ? എന്തു പറ്റി? ആചാര്യശങ്കര ഭഗവത്പാദർ കാശിയില് ഈ ആത്മവിദ്യയെ ഉപദേശിച്ചു. ആത്മതത്വമാണ് ഉപദേശിച്ചത്. ഈ സത്യം ആരറിയുന്നു അവനാണ് ഗുരു. ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ഈ സത്യം അറിഞ്ഞവൻ ചണ്ഡാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ അവൻ എനിക്ക് ഗുരുവാണ് എന്നാണ് മനീഷാ പഞ്ചകം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത്സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. യാതിര്യൻ നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ. ഒരു ശ്ലോകം. ആ ശ്ലോകം എടുത്ത് നിങ്ങൾ ധ്യാനിക്കുമെങ്കിൽ നിങ്ങൾ സാക്ഷാത്കാരം നേടും. ഒരേ ഒരു ശ്ലോകം. യാതിര്യൻ നരദേവതാഭി. പക്ഷികള്, മൃഗങ്ങള്, ഒരു കൊച്ചു പുഴു, അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ലെൻസ് വെച്ച് നോക്കിയാൽ അതിനകത്ത് കാണും ഒരു കണ്ണും മൂക്കും ഒക്കെ ആയിട്ട്. അതിനൊരു ഞാൻ എന്നൊരു ഫീലിംഗ്. അഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ. വൃക്ഷങ്ങളിൽ കാണാം. അല്പം കൂടെ ശ്രദ്ധിക്കുമെങ്കിൽ ശിലയിൽ കാണാം. ശില്പശാസ്ത്രം അറിയുന്നവര് ശിലയിൽ കാണുന്നു ഇത് ആണാണ് ഇത് പെണ്ണാണെന്നൊക്കെ പറയണു. അതിനഭിമാനമുണ്ട്. ഞാൻ എന്ന് സർവഭൂതങ്ങളുടെ ഉള്ളിലും എന്തോ ഒന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ. അന്തസ്ഫുടാഗൃഹ്യത്തെ. ഇതാണ് മുദ്ര. ഇതാണ് അദ്വൈതത്തിന്റെ രഹസ്യം. നിങ്ങൾ എവിടെയും ഉപദേശമൊന്നും ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. ഉപദേശം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്താണ് ഞാൻ? എന്താണ്? ഇത്രയേ ഉള്ളൂ വിദ്യ. മരിച്ചു പോകും. ആര് മരിച്ചു പോകും? ഇതാണ് ചോദിച്ച രമണ മഹർഷി. മരണം മുമ്പിൽ വന്നു. ആരാ മരിക്കണത് ആരാ? ഈ അനുഭവമൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചകഞ്ഞു പോകുമ്പോൾ നമുക്കൊക്കെ വരും. ശുദ്ധമായ അനുഭവം നമ്മളുടെ ഉള്ളിൽ സാക്ഷാത്തായിട്ട് സൂര്യതുല്യം പ്രകാശിക്കും. നമുക്ക് ആ തൃപ്തി വരും. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളിലും മാറാതെ ഇരിക്കുന്ന ശുദ്ധ ചൈതന്യം. അത് നമ്മളുടെ ഉള്ളിലൊക്കെ ഞാൻ എന്ന് സ്ഫുരിക്കുന്നുണ്ട്. അത് ശരീരമല്ല. ശരീരത്തിനെ വേർപിരിച്ച് നോക്കുമ്പോൾ കയ്യ് കാലമൊക്കെ പിരിച്ചു നോക്കിയാൽ ഇതൊന്നും അല്ലാതെ ദേഹത്തിൽ ഓരോ അംഗമായിട്ട് എടുത്തു മാറ്റിയാൽ അതിലൊന്നും ഞാനെന്നില്ല. പിന്നെ ഈ ഞാനെന്ന് പറയുന്ന അനുഭവം എവിടെയാ ഉള്ളത്? സ്വപ്നത്തിലുണ്ടോ? അല്ല. സുഷുപ്തിയിലുണ്ടോ? അവിടെ കാണാനില്ല. ഇങ്ങനെ ഉള്ളിൽ ആഴ്ന്ന് അന്വേഷിക്കുമ്പോൾ ഉള്ളിൽ ശുദ്ധ ചൈതന്യം, ഒരു ബോധം, ഒരു സത്ത, അതുമാത്രം പ്രകാശിക്കുന്നു. ഈ സത്യത്തിനെ ആര് അറിഞ്ഞിരിക്കുന്നു അയാൾ ചണ്ഡാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ എനിക്ക് ഗുരുവാണ് എന്നാണ്. ഈ ശങ്കരാചാര്യരെയാണ് നമ്മൾ തോന്നിയതൊക്കെ പറയണല്ലേ. ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷ. സംസ്കാരം ഇല്ലാത്തവനാവട്ടെ, നീചമായ സംസ്കാരമുള്ളവനാവട്ടെ, ഈ നായുടെ മാംസം കഴിക്കുന്നവരെയാണ് ചണ്ഡാളം എന്ന് പറയാം. ആളുകൾ ഒട്ടനെ പറയാം അതൊരു ജാതിയല്ലേ എന്ന്. ഇത് ഇങ്ങനെ കടിക്കാൻ നിൽക്കുക. ചണ്ഡാളം എന്ന് പറയണത് ഒന്നും അറിഞ്ഞുകൂടാ, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ സംസ്കാരം ഇല്ലാതായി കഴിയുമ്പോഴാണ് ചണ്ഡാളനാവുന്നത്.
അല്ലാതെ അതൊരു ജാതിയല്ലാതെ ഒരു സംസ്കാരം ഇല്ലാത്ത ആളാണ്. ചണ്ടാളോസ്തു സതുദ്വിജോസ്തു. അവൻ ഏറ്റവും നീചമായ, ഒന്നിലും പെടില്ലയാണ്. ആ നീചമായ സംസ്കാരമുള്ളവനാണെങ്കിലും ചിലപ്പോൾ അവിടെ ജ്ഞാനികളുണ്ടാവും. ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തും ആത്മാനുഭവമുള്ളവരുണ്ടാവും, സാക്ഷാത്കാരമുള്ളവരുണ്ടാവും. വീരശൈവത്തില് അല്ലമപ്രഭു എന്ന് പറഞ്ഞ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അദ്ദേഹം ബസവേശ്വരന് ഒരു ആജ്ഞ കൊടുത്തു എന്നാണ് കഥ. ഈ ബസവേശ്വരൻ ഒരു കൊച്ചു രാജാവ് പോലെയായിരുന്നു. അദ്ദേഹമാണ് ആ വീരശൈവ കൾട്ട് മുഴുവൻ കർണാടകത്തിൽ വന്നത്. ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വരുന്നവർക്കൊക്കെ സാക്ഷാത് ശിവസ്വരൂപമായി കരുതിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുമ്പോ അല്ലമപ്രഭു ഒരു ദിവസം കാണാൻ വന്നു അത്ര. ഇങ്ങടെ അദ്ദേഹത്തിനെ പല്ലാക്കില് കൊണ്ടുവരികയാണ്. അദ്ദേഹം ഒരു ജ്ഞാനിയാണ്. പക്ഷെ ചിലപ്പോ മഹാപുരുഷന്മാർക്കും ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, ഒരു കാരണമാവും. പല്ലാക്കിൽ കൊണ്ടുവരികയാണ്. അപ്പോ പുറത്ത് ഈ എച്ചില് ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നുണ്ട്. ഊണ് കഴിച്ചതിന്റെ എച്ചിലല്ല, അതില് ഒരാള് ഇരുന്ന് ആ എച്ചില് ചോറൊക്കെ ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അല്ലമപ്രഭു അത് കണ്ടതും, നല്ല സ്വർണ്ണ രത്ന വ്യാപാരികൾക്ക് അതൊക്കെ അറിയണ പോലെ ഈ ആള് ഒരു ജ്ഞാനിയാണ് എന്നറിഞ്ഞു. അപ്പൊ അദ്ദേഹം ആ മഞ്ചലിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു അക്രമം, ഉള്ളിൽ ധാരാളം പേര് ഊണ് കഴിക്കണു, ഒരു മഹാപുരുഷൻ ഇവിടെ എച്ചിൽ ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തൊരക്രമം എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ആ മരുള ശങ്കരൻ എന്നാണ്, എന്നുവെച്ചാൽ കുറച്ച് ഭ്രാന്ത് പോലെ കാണിച്ചുകൊണ്ട്, ഈ ശങ്കരൻ എന്നാണ് പേര് അയാൾക്കും. അയാൾ ഈ എച്ചിൽ തിന്നുകൊണ്ടിരിക്കുന്ന ആളിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട്, ഞാനൊരു അക്രമവും കാണിച്ചില്ലല്ലോ, എന്നെ ആരും പല്ലാക്കലൊന്നും കൊണ്ടുപോയില്ല, എന്നെ ആരും മഞ്ചലിലൊന്നും കൊണ്ടുപോയില്ല, ഞാനൊന്നും അക്രമം കാണിച്ചില്ല എന്ന്. അപ്പൊ അല്ലമപ്രഭു വേഗം ഈ മഞ്ചലിൽ നിന്ന് ചോട്ടിലിറങ്ങിയതാണ്. അദ്ദേഹത്തിന് അവര് ആരെ ആശ്രയിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അതാണ് സ്വതന്ത്രത്തെയാണ്, കംപ്ലീറ്റ് സ്വതന്ത്രം. എച്ചിൽ നിന്നാൽ മതി, ആരുടെ അടുത്തൊന്നും പോയി ചോദിക്കും, പൈസ ഒന്നുമില്ല, നമ്മുടെ ചോറ് ബാക്കിയുണ്ട്, അത് ഇങ്ങോട്ട് കഴിച്ചു. ഇവര് അകത്ത് എല്ലാവർക്കും ചോറ് കൊടുക്കുമ്പോൾ അവിടെ ഒരു തമാശ ഉണ്ടായി. എന്താന്ന് വെച്ചാൽ രണ്ടാളുകൾ കൂലിപ്പണിക്കാർ വന്നു, നല്ല വിശപ്പുണ്ട്. അപ്പൊ അവര് നോക്കി ഇവിടെ എല്ലാരെയും വിളിച്ച ആഹാരം ശാപ്പാട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രമണാശ്രമത്തിലൊക്കെ ഉണ്ടേ, ഉള്ളില് പോയി ഇലയിട്ട് ശാപ്പാട്, വെളിയിൽ ഇപ്പൊ എല്ലാവർക്കും ഭിക്ഷ നാരായണ സേവ എന്ന് പറയും, അവിടെ കൊടുക്കും, അവിടെ എല്ലാവർക്കും വാങ്ങി കഴിക്കാം. ഇപ്പൊ ചിലരൊക്കെ അറിയാതെ അങ്ങനെ പോയി ഉള്ളിൽ പോയി നിൽക്കും. അപ്പൊ ഒരു പിടിച്ച് പറയും, ഇല്ല പുറത്ത് ആ ഭിക്ഷ ഇവിടെ കഴിക്കാൻ പറ്റില്ല, ഇവിടെ ബുക്ക് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ, ഇവിടെ താമസിക്കുന്നവർക്കേ കഴിക്കാൻ പറ്റും. ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കാമെന്ന്, റൂം തന്നാൽ താമസിക്കാമെന്ന്. വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾ തരണില്ല, ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഇവര് കൂലിപ്പണി കഴിഞ്ഞ് വിശന്നു വരിക. അപ്പൊ ഇവര് നേരെ ചെന്ന് അവിടെ ആ ക്യൂവിൽ നിന്നു. അപ്പൊ നോക്കിയപ്പോ അവര് പറഞ്ഞു, ഇവിടെ ഈ വീരശൈവന്മാർക്കേ അകത്ത് ഭക്ഷണമുള്ളൂ, ബാക്കിയുള്ളവർക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കും. അപ്പൊ ഇവർക്ക് വിശപ്പ് വീരശൈവന് മാത്രമല്ലല്ലോ, എല്ലാവർക്കും വിശപ്പുണ്ടല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ വീരശൈവനാവുക, എന്തെങ്കിലും ആയിട്ടാണെങ്കിലും, ഇങ്ങനെയാണ് ഈ കൺവേർഷനൊക്കെ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലും, മാർഗം കൂടിയിട്ടാണെങ്കിലും ഊണിന് മാർഗം കിട്ടിയാൽ മതി. അപ്പോ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയാ വീരശൈവനാവുക? അതങ്ങനെയൊന്നും ആവാൻ പറ്റില്ല, അതൊക്കെ ഉപദേശം വേണം. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു, കഴുത്തിലൊരു ശിവലിംഗം തുണിയിൽ ചുറ്റി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, അതും കൂടെ ഒക്കെ കണ്ടാൽ മനസ്സിലാവും വീരശൈവനാണ്. ഇവര് പറഞ്ഞോളൂ, നല്ല ശാപ്പാടും മണം വരണു, വിട്ടാ പിന്നെ കിട്ടില്ലേ, നമുക്കൊക്കെ ഇതൊക്കെ എവിടെ കിട്ടാൻ പോണു.
ഇവരിപ്പോൾ കഴുത്തിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പൊക്കെ നോക്കി. ഒരാൾ അതിവിദഗ്ധമായിട്ട് പുറകെ ഈ പച്ചക്കറി നുറുക്കിയിട്ടുണ്ട്, അതിന്ന് 2 എന്താ ഇപ്പം പറയാ അതിന്, വഴുതിരിങ്ങ എടുത്തോളൂ. ശിവലിംഗം പോലെയുണ്ട്. ആ വഴുതിരിങ്ങ തുണിയിൽ ചുറ്റിയിട്ട് കഴുത്തിലേക്ക് അങ്ങോട്ട് കെട്ടി. കണ്ട ഏകദേശം ഒന്ന് നല്ലവണ്ണം നോക്കി, അവരെ നോക്കി അതേപോലെ തന്നെ കെട്ടി. അപ്പോ ഈ ചിഹ്നം ലിംഗങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വടക്ക് ദിക്കിലൊക്കെ പോകുമ്പോൾ സന്യാസികൾ, ദണ്ഡി സന്യാസികൾ എന്ന് വെച്ചാൽ റെസ്പെക്ട്. അപ്പം ചിലർ ഒരു കോലൊക്കെ എടുത്ത് കെട്ടും. അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, കാരണം ഈ ദണ്ഡത്തിന് സൂത്രം അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവർ ഈ ലിംഗം ഇതൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കഴുത്തിൽ കെട്ടി അതിനകത്തേക്ക് പോയി. ആരും കണ്ടുപിടിച്ചില്ല. ഊണ് കഴിക്കുന്ന സ്ഥലത്ത് വരിയായിട്ടിരുന്നു. അപ്പോൾ പലവിധ വിഭവങ്ങൾ ഇങ്ങനെ ഇലയിലിങ്ങനെ വിളമ്പിക്കൊണ്ടേ വന്നു. അപ്പോൾ പറഞ്ഞു, കണ്ടോ, വഴുതിരിങ്ങ മാത്രം കെട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ നഷ്ടമായിട്ടുണ്ടോ? ഇനിയിപ്പോൾ നോക്കൂ, സമൃദ്ധമായിട്ട് എന്തൊക്കെയോ ലഡുവും ജിലേബിയും ഒക്കെ വരണ്ട അതിനകത്ത്. എല്ലാം പരുമാറി കഴിഞ്ഞപ്പോൾ ഇവർ ഊണ് കഴിക്കാൻ പറഞ്ഞു, പൂജ ചെയ്യണമെന്നു. അതിപ്പോൾ എങ്ങനെയാ ചെയ്യുക? അപ്പം നിങ്ങളൊന്നും ചെയ്യണ്ട, ബസവേശ്വരൻ ഇങ്ങനെ വരണവരുടെ അടുത്തൊക്കെ പോയി അവർ ഈ തുണി അഴിച്ച് ലിംഗം ഇങ്ങനെ കാണിക്കുക. അതിലദ്ദേഹം 2 പുഷ്പം ഇട്ട് ഒരു അഭിഷേകം ചെയ്തിട്ട് അടുത്തത് പോകും. ഇവർ പറഞ്ഞുകൂടാ, പെട്ടു. വെറുതെ വിശപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇപ്പം അടിയും കൂടെ കിട്ടും. വിശപ്പോടുകൂടെ പോകണം, ഇപ്പോൾ അടിയും കിട്ടേണ്ടി വരും. എന്തായാലും അദ്ദേഹം അടുത്ത് വന്നപ്പോൾ ഇവർ ഈ തുണി അഴിച്ച് ഇങ്ങനെ പേടിച്ചിട്ട് വഴുതിരിങ്ങയാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് നോക്കിയതേയില്ല. അതിൽ ജലം ഒഴിച്ചു, പുഷ്പമിട്ടു, പോയി. ഒരാശ്ചര്യമായിട്ട് നോക്കിയാൽ അത് ശിവലിംഗമായിട്ട് ഇരിക്കണം അത്ര. എന്താന്ന് വെച്ചാൽ ആ ബസവേശ്വരൻ അദ്ദേഹം അവരെ ശിവഭക്തന്മാരായിട്ട് തന്നെ കണ്ടു. അതാണ് ദീക്ഷ. ഒരു ഗുരു നിങ്ങളെ പൂർണ്ണമായിട്ട് ഒന്ന് കണ്ടാൽ മതി. ദീക്ഷാമേ ദിശ ചാക്ഷുഷി. അപ്പൊ ഇങ്ങനെ ഒരു കഥ. അപ്പോ ഇങ്ങനെ പല മഹാപുരുഷന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. കാശിയിൽ നിന്നും ഇങ്ങനെ സഞ്ചരിച്ചു. ഈ സത്യം അറിഞ്ഞ് ഒരു ജീവൻ മുക്തൻ, ഒരു ആചാര്യൻ സഞ്ചരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഉള്ളിൽ പ്രകാശം ഉണ്ടാവുന്നത്. പല മഹാപുരുഷന്മാരെ കാണുമ്പോൾ അത് ഉള്ളിൽ കിടക്കും. പലരും ഞങ്ങൾ രമണ മഹർഷിയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എത്ര വയസ്സായിട്ടും അതിങ്ങനെ ഉള്ളില് സ്ഫുരിച്ചു നിൽക്കും. ഒരു പ്രാവശ്യം കണ്ടത് ഉള്ളിൽ എങ്ങനെ നിൽക്കും, മറക്കാതെ നിൽക്കും. അതൊരു വലിയ മഹാഭാഗ്യാണ്. സാധൂനാം ദർശനം ലോകേ, ഭാഗവതത്തിൽ പറയണം, സാധുക്കളുടെ ദർശനം അതൊരു മാജിക്കാണ്, ഒരു സ്പിരിച്വൽ ടോണിക്. നമ്മളുടെ സ്വയമേവ ചെയ്യുന്ന ജപധ്യാനങ്ങൾ കൊണ്ട് സാധിക്കാത്തതൊക്കെ സാധിക്കും. അതിനുവേണ്ടിയാണ് ആചാര്യ ശങ്കരൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ഈ മനീഷാപഞ്ചകം പോലെയുള്ള ആത്മവിദ്യയെ പ്രകാശിപ്പിക്കുന്ന കൃതികൾ മാത്രമല്ല, സിമ്പിൾ സരളമായി. കാശിയിൽ എത്തിയപ്പോൾ തന്നെ കണ്ടതാണ്, വയസ്സായ ഒരാള്, ഒരുപാട് വയസ്സായിട്ടും ഒരു അധ്യാത്മ ജീവിതമില്ല, എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാകരണമാണ് ശ്ലോകത്തിൽ കാണുന്നത്. നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ, അല്ലെ? ഡുക്രിഞ്ഞ് കരണം എന്ന് വെച്ചാൽ ഡുക്രിഞ്ഞ് എന്നുള്ള ധാതുവിന് ടു ഡു എന്നാണ് അർത്ഥം, ചെയ്യുക. കർത്തൃത്വമാണ്, കർമ്മത്തിന്റെ സ്വഭാവമാണ്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാകരണ ശാസ്ത്രം. അതിനൊക്കെ ഒരു വയസ്സില്ലേ? അതേപോലെ പല ആളുകളുണ്ട് 80-90 വയസ്സായിട്ട്. എന്താ അപ്പം അതിന് പറയാ? ഈ പൈസ ഇങ്ങനെ മേപ്പോട്ട് പോയി ചോട്ടിലേക്ക് വരില്ലേ, അതിന് പറയാം ഷെയർ മാർക്കറ്റ്. അതൊക്കെയാണ് ഈ 80-90 വയസ്സില്
യമലോകത്തിലേക്ക് ടിക്കറ്റ് അയച്ചു കഴിഞ്ഞു. പാസ്പോർട്ട് വിസയൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു. അത് കണ്ടിട്ട് കരള് തൊന്നിട്ടാണ് ശങ്കരൻ പറഞ്ഞത്, അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരു കൊച്ചു പയ്യനാണ് 90 വയസ്സായ ആളോട് പറയണത് മൂഢമതേ. ചിലപ്പോ അങ്ങനെയാണ് ആചാര്യ പുരുഷന്മാർ. വിവേകാനന്ദ സ്വാമികളുടെ ആദ്യത്തെ ശിഷ്യൻ സദാനന്ദൻ, അദ്ദേഹം വിവേകാനന്ദ സ്വാമികളെക്കാളും വയസ്സിന് വളരെ മൂത്ത ആളായിരുന്നു. ബേട്ട എന്നാണ് വിളിക്കുക. നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ. ഇതൊന്നും നിങ്ങളെ രക്ഷിക്കില്ല. ലോകത്തിൽ എന്തൊക്കെയോ നോൺ എസെൻഷ്യൽസ്. ഒരു ആശ്രമത്തിലെ 2 ബ്രഹ്മചാരികള് ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ്. അപ്പോ അവരുടെ ഗുരു, വയസ്സ് മൂത്തൊരു സന്യാസി വന്നു. സ്വാമിജി, പ്ലീസ് ടെൽ അസ് ഹൂ വിൽ വിൻ ദ മാച്ച്. പാകിസ്ഥാൻ, ഇന്ത്യ എന്തോ ആണെന്ന് തോന്നുന്നു. അയാൾ പറയണു ഇവരാണ്, ഞാൻ പറയണു ഇതാണ്. പ്ലീസ് ടെൽ ഹൂ എവർ വിൻസ് യു ഹാവ് ഫെയിൽഡ്. ആര് ജയിച്ചാലും ശരി, നിങ്ങൾ തോറ്റു എന്നാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വന്ന് വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. ലോകത്തില് നമ്മൾക്കൊക്കെ ചെയ്യണം, എല്ലാവർക്കും ഉണ്ണണം, ഉറങ്ങണം, ജീവിക്കാൻ വീട് വേണം, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അതിനു മേലെ പരമാർത്ഥം, ഒരു വേറെ ഒരു പർപ്പസ് ഉണ്ട്. ആനന്ദം, ശാന്തി, സന്തോഷം, തൃപ്തി. അത് നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയായിട്ടും ഉപനിഷത്തായിട്ടും ഭാഗവതായിട്ടും. ഗേയം ഗീതാനാമ സഹസ്രം. ഒരു ഡെയിലി റൂട്ടീൻ. എന്താ ചെയ്യേണ്ടത്? ഭഗവത്ഗീത പഠിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ധ്യേയം ശ്രീപതി രൂപമജസ്രം. ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കാം. സമയമുണ്ട്, എന്ത് ചെയ്യും? നേയം സജ്ജന സംഘേ ചിത്തം. സത്സംഗത്തില് മഹാപുരുഷന്മാർ, ഈ വിദ്യ അറിയണവരോട് ചെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം തിരി അങ്ങോട്ട് കറന്നെടുക്കണം. ദേയം ജീനജനായ ച വിത്തം. പണം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുത്ത് തീർത്തിക്കുന്നുണ്ട്. ദേയം ദീനജനായ ച വിത്തം. അതൊന്നും അത്ര എളുപ്പത്തിൽ പോണില്ല. എത്ര വയസ്സായാലും ഈ വിദ്യയൊക്കെ മുമ്പിൽ അറിഞ്ഞാലും ഇങ്ങനെ കടിച്ചു തൂങ്ങി വേൾഡിലി വൈസായിട്ടിരിക്കും. എപ്പോ വരും? ചത്തുപോകുന്നു പാപം ശിവ. ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവശിവ. അല്ലേ? ഇങ്ങനെ അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അതാണോ ഇതാണോ, നാളെ എന്തുവരും, അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവശിവ. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം. ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കണം ആയുസ്. മുമ്പിൽ കണ്ടുകൊണ്ടേയിരിക്കാം. ഇതൊക്കെ ജസ്റ്റ് റിഫ്ലക്ഷനാണ്. യാതിക്ഷയം യൗവനം. യൗവനമൊക്കെ തീർന്നുപോയി. പ്രത്യായാന്തി ഗതാഃ പുനർന ദിവസാഃ. പോയ ദിവസങ്ങളൊന്നും വരില്ല. കാലോ ജഗദ്ഭക്ഷകഃ. കാലം നമ്മളുടെ ആയുസ് തിന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തസ്മാൻ മാം കരുണാകര കരുണയാ ത്വം രക്ഷ രക്ഷാതും. ഇപ്പൊ തന്നെ രക്ഷിക്കാം. എങ്ങനെ രക്ഷിക്കും? ഈ സത്യം അറിയണം. ഞാൻ എൻ്റെ സ്വരൂപം എന്താണ് എന്ന് അറിയണം.
ഇത് അങ്ങനെയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ചിലപ്പോഴൊക്കെ ശങ്കരൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞവരെയും കണ്ടു, അനുഭൂതിമാന്മാരെ കണ്ടു, സാക്ഷാത്കൃതാത്മാക്കളെ കണ്ടു. ഒരു വയസ്സായ ആള് ഒരു 10-13 വയസ്സായ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ടു വന്നു ശങ്കരാചാര്യരുടെ അടുത്തേക്ക്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആശ്ചര്യമായ ഒരു വസ്തുവിനെ കാണുന്ന പോലെ ശങ്കരൻ നോക്കിയെന്നാണ്. വളരെ ആശ്ചര്യമായ ഒരു വസ്തുവിനെ കാണുന്ന പോലെ നോക്കി. പക്ഷെ ആ കുട്ടി ആരെയും നോക്കണില്ല, അങ്ങോട്ട് നോക്കണു ഇങ്ങോട്ട് നോക്കണു. ഈ വൃദ്ധൻ പ്രഭാകരൻ എന്ന ഈ ബ്രാഹ്മണൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമില്ല, കാരണം ഈ കുട്ടി നോക്കൂ, ബുദ്ധിക്ക് സ്ഥൈര്യമില്ല എന്ന് തോന്നുന്നു, ആരോടും മിണ്ടില്ല, എങ്ങോട്ടും നോക്കില്ല, പക്ഷെ വളരെ ശാന്തനാണ്, ഭക്ഷണം കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ ചോദിക്കില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇവനെ വീണ്ടും ശരിയാക്കി തരണം. പലപ്പോഴും നമുക്ക് അതിനൊക്കെ ആണല്ലോ അല്ലേ പലരുടെ അടുത്തേക്ക് പോകുന്നത്, എന്തെങ്കിലും കാര്യം നടക്കൂ. ഇന്നലെ കുറെ ആളുകൾ വരും, ചിലപ്പോഴൊക്കെ ചില ആളുകൾ വന്ന് പറഞ്ഞത് കേട്ടാൽ നമുക്ക് എന്തിനാ വന്നതെന്ന് തോന്നും. ഇന്നലെ ഒരു അമ്മ വന്ന് പറഞ്ഞു, മകൾക്ക് കല്യാണമാവണം, ഭർത്താവ് ഡോക്ടറായിരിക്കും. ഇത് അനുഗ്രഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇത് ചോദിക്കാനാണ് പാവം 1.5 മണിക്കൂർ നമ്മുടെ സത്സംഗമൊക്കെ സഹിച്ചുകൊണ്ടിരുന്നു. അവസാനം ചോദ്യം ഇങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അച്ഛനും ബുദ്ധിമുട്ടതാണ്, മകൻ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയായാൽ ശരി. ശങ്കരാചാര്യർ വലിയ ജീവൻ മുക്തനാണ്, ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ സ്പർശം കൊണ്ട് ചിലപ്പോൾ ശരിയാവും. കൊണ്ടുവന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ ആ കുട്ടിയുടെ 2 കൈയും ഇങ്ങനെ പിടിച്ചു, വളരെ പ്രിയമായിട്ട് പിടിച്ച് ആ ബാലനെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇയാൾ നോക്കണില്ല. ആചാര്യർ ആ ബാലനെ നോക്കണു, ഇയാൾ അങ്ങോട്ട് നോക്കണു, ഇങ്ങോട്ട് നോക്കണു, വേറെ എവിടെയോ നോക്കുന്നു. നിശ്ചല ദൃഷ്ടിയാണ്, കണ്ണിൽ ഒരാളെയും കാണുന്നില്ല. അനിമേഷലോചനാണ്, എന്നുവെച്ചാലോ കണ്ണ് ചിമിട്ടണില്ല. അടുത്തുള്ള പത്മപാദരോടൊക്കെ ശങ്കരാചാര്യർ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ആ ചിത്രം ഉള്ളിൽ കാണണം. ആ കുട്ടി ഇങ്ങനെ ഒരു മുഷിഞ്ഞ വസ്ത്രം എടുത്ത് മുമ്പിലിരിക്കണം. ശങ്കരാചാര്യർ 2 കൈയും പിടിച്ചു. വളരെ നേരമായിട്ട് ശങ്കരാചാര്യർ ആ കുട്ടിയെ ശ്രദ്ധിക്കണം. അയാൾ ശ്രദ്ധിക്കണില്ല, അയാളുടെ ദൃഷ്ടിയിലൊന്നുമില്ല. ശങ്കരാചാര്യർ ഇങ്ങനെ സന്തോഷമായിട്ട് ആനന്ദമായി ചിരിച്ചുകൊണ്ട് പത്മപാദരെ നോക്കുന്നു. പത്മപാദർക്ക് മനസ്സിലായി അദ്ദേഹം ചിരിക്കുക, കാരണം ഇതിങ്ങനെ കാണില്ല ലോകത്തില്. ആ കുട്ടിയോട് പതുക്കെ തട്ടിക്കൊണ്ട് ചോദിച്ചു, നീ ആരാ? ആ കുട്ടി ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. കസ്ത്വം ശിശു. ഗുരു ചോദിച്ച ചോദ്യമാണ് അല്ലേ? ശങ്കരന്റെ അടുത്ത് ഗോവിന്ദ ഭഗവത് പാദർ ചോദിച്ച ചോദ്യമാണ്, നീ ആരാണ്? അതേപോലെ ഹേ കുട്ടി, ശിശു എന്ന് വെച്ചാൽ കൊച്ചുകുട്ടി. കസ്ത്വം ശിശു, നീ ആരുടെ മകനാണ്? കസ്യ കുതോസി ഗന്ത, എങ്ങടാ പോണം? എവിടേക്കാ പോയി ഈ യാത്ര? എവിടെ പോണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോ എവിടേക്കാ പോയി യാത്ര? ഹേ ആഗന്തുക കുതോസി ഗന്ത കിം നാമതേ, തനിക്ക് വല്ല നാമം വല്ലതൊക്കെ ഉണ്ടോ? കിം നാമതേ ത്വം കുത ആഗതോസി, എവിടുന്ന് വന്നു? എന്തിനാ ഈ വരവ്? ഏതന്മയോക്തം വദചാർഭഗത്വം, 2 പ്രാവശ്യം പറയണു. കുട്ടി കുട്ടി, ചെറിയ കുട്ടി, പ്രിയമായിട്ട്. മത്പ്രീതയേ പ്രീതി വിവർദ്ധനോസി, എനിക്ക് നിന്നെ കാണുമ്പോ തന്നെ പ്രിയം വന്നു, ഇപ്പോ കൂടുതൽ കൂടുതൽ ആനന്ദം വരുന്നു. എന്റെ പ്രിയത്തിനെ അഭിവൃദ്ധി ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ?
ആ പ്രിയത്തിന്, ആ പ്രേമത്തിന് വഴങ്ങി ആദ്യമായിട്ടൊന്ന് നോക്കിയത്രേനെ. തന്റെ മുമ്പിലിരിക്കുന്ന ആ പരമഹംസനെ ഒന്ന് നോക്കി. എന്നിട്ട് ഗംഭീരമായിട്ട് പറഞ്ഞു, നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. വേദാന്ത സാരാണ്. ഇവിടെ ഉണ്ടാവണം ഹസ്താമലകം അല്ലേ? ബട്ട് ഉണ്ടല്ലോ അല്ലേ? ഹസ്താമലകം ഉണ്ട്, മലയാളത്തിലുണ്ട് വ്യാഖ്യാനം, ഇംഗ്ലീഷിലുണ്ട്. മലയാളത്തിലുണ്ടോ? മലയാളത്തിലുണ്ട്. ഹസ്താമലകം ഗംഭീര കൃതിയാണ്. ഞാൻ മനുഷ്യനല്ല, ദേവനോ യക്ഷനോ ഗന്ധർവനോ അല്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല, ബ്രഹ്മചാരിയല്ല, ഗൃഹസ്ഥനും അല്ല, വാനപ്രസ്ഥനും അല്ല, എന്തിന് സന്യാസിയുമല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരാണെന്നാണല്ലോ, അതുമല്ല. പിന്നെ ആരാ? നിജബോധരൂപ, ഞാൻ ശുദ്ധ ചൈതന്യമാണ്, ആത്മാവാണ്. ഇതങ്ങനെ രമണ മഹർഷി തമിഴിലാക്കിയിട്ടുണ്ട്. ഇങ്കുരു നീയാർ പിള്ളായ് യാരുടൈ മൈന്ദൻ നീതാൻ എങ്കു செல்கின்றாய் உன் பேர் என்ன என்று ശങ്കരൻ നവില ബാലൻ സാക്ഷിട വായ് തിറന്താൻ. ഇങ്ങനെ ശങ്കരൻ ചോദിച്ചപ്പോ ആ കുട്ടി വായ് തിറന്നു. എന്നിട്ട് പറഞ്ഞു, നരനലൻ സുരനിയക്കൻ നാനലൻ അന്തണൻ മറ്റ് അരസനും വണികൻ ശൂദ്രൻ അല്ലനൽ ബ്രഹ്മചാരി ഗിരഹിയും വാനപ്രസ്ഥൻ കേടകൽ സന്യാസി നിറവിനിൽ യാരുമല്ലേ നിജബോധ വടിവനാമേ. ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ശുദ്ധ ചൈതന്യമാണ്. നിമിത്തം മനഃചക്ഷുരാദി പ്രവൃത്തവും, ആ ചൈതന്യമായി ഞാൻ പ്രകാശിക്കുന്നതുകൊണ്ട് മനസ്സിന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. നിരസ്താഖിലോപാധി ആകാശകൽപ, ആകാശം പോലെ ഉള്ളത്. രവിർലോകചേഷ്ടാ നിമിത്തം യഥാ യസ്സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. സൂര്യന്റെ വെളിച്ചത്തില് ജഗത്തില് പ്രവൃത്തികളൊക്കെ നടക്കുന്ന പോലെ ഈ ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ പ്രവർത്തിക്കുന്നു. ആ ആത്മാവാണ് ഞാൻ, ആകാശം പോലെ ഉള്ള വസ്തുവാണ് ഞാൻ, നിർമ്മലമായ ചിദാകാശമാണ് ഞാൻ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞു. ആചാര്യസ്വാമികൾ ആ കുട്ടിയെ കെട്ടിക്കൊണ്ട് പറഞ്ഞു, ഹസ്താമലകോസി, കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ സത്യസാക്ഷാത്കാരം നേടിയിരിക്കും. എന്നുവെച്ചാൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയാൽ മതി. സത്യത്തിനെ അറിഞ്ഞ് സ്വാംശീകരിച്ച് ആ ഉറപ്പ് വന്നിരിക്കണം. അതുകൊണ്ട് ഹസ്താമലകൻ എന്ന് വിളിച്ചു. ആ പ്രഭാകരൻ എന്ന ആ വൃദ്ധൻ പറഞ്ഞു, എന്റെ കുട്ടി സംസാരിച്ചല്ലോ, ഇപ്പോഴൊക്കെ സംസാരിക്കും, നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയാൽ സംസാരിക്കില്ല, നിങ്ങളുടെ അടുത്ത് അയാൾക്ക് പറയാനൊന്നുമില്ല. ലോകത്തില് ഒന്നിലും പെട്ടുപോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ്. മഹ്യം ദീയതാം, എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അത്രയും. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടിയുടെ മഹിമ മനസ്സിലാക്കി സന്തോഷമായിട്ട് ആചാര്യ ഭഗവത്പാദരുടെ കൂടെ കൊടുത്തു. ഹസ്താമലകനും കൂടെ ഉണ്ട്. ഇങ്ങനെ എത്ര പേരാ? പത്മപാദര്, ഹസ്താമലകൻ, സുരേശ്വരൻ, ആനന്ദഗിരി, തോട്ടകാചാര്യർ, ഇങ്ങനെ അനേക ശിഷ്യരത്നങ്ങളോടുകൂടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ആ സേതു ഹിമാചലം എന്നു അല്ലേ? സേതു എന്ന് വെച്ചാൽ രാമേശ്വരം. അവിടുന്ന് തൊട്ട് തുടങ്ങി ഹിമാലയ പര്യന്തം ആ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് നിങ്ങൾ എവിടെ ചെന്നാലും ശങ്കരാചാര്യർ കേൾക്കാം. നിങ്ങളിപ്പോ കുംഭമേള കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നു, ഇപ്പൊ നടക്കുന്നു, അവിടെയും അത് ശങ്കരാചാര്യരാണ്. കേരളത്തിന് അഭിമാനിക്കാനുള്ളതാണ് ഭഗവത്പാദനം. നമുക്കറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരകാശിയിലും ഹിമാലയത്തിലൊക്കെ പോയ ശങ്കരാചാര്യർ.
ആചാര്യ ഭഗവത്പാദരുടെ മണ്ണ് എന്ന് പറഞ്ഞ് ഒരു ഭാവം വേണം. അഖണ്ഡാനന്ദ സരസ്വതി സ്വാമി വൃന്ദാവനത്തിലെ വലിയ വിദ്വാൻ, വലിയ മഹാത്മാവായിരുന്നു, ബ്രഹ്മനിഷ്ഠനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കോയമ്പത്തൂര് ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിജി പ്രബുദ്ധാനന്ദ സരസ്വതി അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കഥ. അവിടുന്ന് കേരളത്തിലേക്ക് ഒന്ന് പോകണം, വളരെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ കാറെടുത്ത് വാളയാർ, അദ്ദേഹത്തിന് ശരീരത്തിന് വയ്യ, അതുകൊണ്ട് വാളയാർ കടന്നു കാറ്, അവിടെ നിർത്തി. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി നമസ്കരിച്ച് ആ മണ്ണെടുത്ത് തലയിലിട്ട് ഭഗവാൻ ഭാഷ്യകാരൻ ജനിച്ച ഭൂമിയാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് തിരിച്ചുപോയി. അപ്പോ അത്ര പവിത്രമായ ഒരു ചരിത്രം, ഒരു കഥ, അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ സ്പർശിച്ചത്. എന്തിനാണ് ശങ്കരാചാര്യരുടെ അവതാരം, ശങ്കര വിജയം പറയുന്നത് ആത്മവിദ്യോപദേശത്തിന് വേണ്ടിയിട്ടാണെന്ന്. നമ്മളുടെ ഉള്ളിലുള്ള അവിദ്യയെ നീക്കി ഞാൻ ശുദ്ധ ആത്മവസ്തുവാണ്, ശരീരമല്ല, ഞാൻ മനസ്സോ ശരീരമോ ഒന്നും തന്നെയല്ല, ജനനമോ മരണമോ എന്നെ സ്പർശിക്കില്ല, ശാന്തി എൻ്റെ സ്വരൂപമാണ് എന്ന സാക്ഷാത്കാര രൂപമായ അറിവ്, ബോധം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആവിർഭാവം. അതുമാത്രമാണ് വാസ്തവമായിട്ടുള്ള കാര്യവും. ആ സത്യജ്ഞാനം ഭഗവത്ഗീതയും ഉപനിഷത്തും ഭാഗവതവും എല്ലാം പറയണത് അതാണ്. ഭാഗവതമൊക്കെ തന്നെ അതാണ്. 7 ദിവസം ഈ പരീക്ഷിത്ത് മരണത്തിനെ കാത്തുകൊണ്ടിരുന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരണമില്ല, നീ ശരീരമല്ല. അതാണ് ഭാഗവതം. അതാണ് ശുഖബ്രഹ്മ മഹർഷി അവസാനം കൊടുക്കണ ഉപദേശം. ശരീരം നീയല്ല, നീ ശുദ്ധ ചൈതന്യമാണ്, ബ്രഹ്മമാണ്. ഈ സാക്ഷാത്കാരം, അനുഭൂതി, അനുഭവം ഹൃദയത്തിൽ വരുമ്പോൾ ജീവിതം ധന്യമാവും, പരമതൃപ്തി വരും, ശാന്തി വരും, സന്തോഷം വരും. ആ സന്തോഷം, ശാന്തി ഉള്ളിൽ വന്നു കഴിയുമ്പോൾ സഹജമായിട്ട് തന്നെ പ്രിയം, മൈത്രീഭാവം, ആരോടും വെറുപ്പില്ലായ്മ, എല്ലാവരോടുമുള്ള ഒരു സമത്വ ബുദ്ധി, ഇതൊക്കെ സഹജമായിട്ട് വരും. ഇതൊക്കെ തന്നെ അതാണ് ഭക്തി. ഉള്ളിലുള്ള അനുഭവമാണ് ജ്ഞാനം, അതിൻ്റെ പുറമേക്കുള്ള പ്രസരണമാണ് ഭക്തി. ഈ ഉയർന്ന അറിവല്ലാത്ത മറ്റു വിഷയങ്ങളിൽ ഉള്ള സ്പർശമില്ലായ്മയാണ് വൈരാഗ്യം. ഈ ഉയർന്ന അറിവ് ഉണ്ടായിക്കഴിയുമ്പോൾ ചിത്തം ആവശ്യമില്ലാതെ പ്രവർത്തിക്കില്ല, ശാന്ത നിശ്ചലമായിട്ടിരിക്കും. അതാണ് യോഗം. അങ്ങനെയുള്ള ആള് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം സഹജമായിട്ട് പ്രിയത്തിൽ നിന്നും ഉയർന്നു വരുന്ന കർമ്മത്തിന് രാഗദ്വേഷം, ഫലേച്ഛയൊന്നും ഉണ്ടാവില്ല. അപ്പം അത് കർമ്മയോഗമാവും. ജ്ഞാനിയുടെ അനുഭവത്തിൽ ഞാൻ ചെയ്യണമെന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് അത് അകർമ്മമാവും. ഇതൊക്കെ കൂടി ചേർന്നതാണ് ഈ ആത്മവിദ്യ. ഇത് നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ ജീവിതം ധന്യമായി. ഇത് കുറച്ചെങ്കിലും സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്, അല്പമെങ്കിലുമൊക്കെ നമ്മൾക്ക് കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമാവും, സന്തോഷമാവും. നമ്മൾക്ക് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ എല്ലാം ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഗീതാധ്യയനം അതൊന്ന് നമ്മൾ നിത്യനിഷ്ഠയായിട്ട് വെച്ചാൽ തന്നെ ജീവിതം സാഫല്യം നേടും. ഭഗവത്ഗീത നമ്മുടെ വ്യാഖ്യാനം ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, അതിപ്പോൾ മലയാളത്തിൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഗീതയിൽ എന്തൊക്കെ നമ്മൾ ഇത്ര വർഷം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അങ്ങോട്ട് കടഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഭാഗവതം എല്ലാം ഗീതയിലുണ്ട്, ഉപനിഷത്ത് ഗീതയിലുണ്ട്. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, അത്ര മതി. ഭഗവത്ഗീത മാത്രം മതി നമുക്ക് ജീവിക്കാൻ. 800 ശ്ലോകമല്ലേ ഉള്ളൂ, 700 ശ്ലോകമല്ലേ ഉള്ളൂ, മതി.
സപ്തഭിശ്ലോകശതൈഹി ഉപനിബന്ധ. അതുകൊണ്ട് അത് വെച്ച് ജീവിച്ചാൽ മതി. ജീവിക്കാനൊരു ആലംബമാണ് ഗീത. അത് നമ്മളുടെ ജീവിതത്തിൽ വരട്ടെ. നാളെ രാവിലെ 9:30 മണിക്ക് തൃപ്പൂണിത്തുറ നടപ്പള്ളി സമൂഹം ഹാളില് പ്രഭാഷണമുണ്ട്. രാവിലെ 9:30 മുതൽ 10:30 മണി 11 മണിക്കുള്ളിൽ. വൈകുന്നേരം മുതൽ മട്ടാഞ്ചേരി, അവിടുത്തെ സമൂഹം എല്ലാവർക്കും അറിയാം. അവിടെ വൈകുന്നേരം ഭഗവാൻ രമണ മഹർഷിയുടെ വളരെ മനോഹരമായ തമിഴ് കൃതി അരുണാചല അക്ഷരമണമാല, ആ തമിഴ് കൃതിയുടെ മലയാള പ്രഭാഷണം വളരെ ആഗ്രഹിച്ചതാണത്. അതുകൊണ്ട് ആ അക്ഷരമണമാല മലയാളത്തിലെ പ്രഭാഷണമാണ്. രാവിലെ YNP ട്രസ്റ്റിലെ ഹാളില് കഠോപനിഷത്ത് മുമ്പ് തുടങ്ങി വെച്ചു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ. അത് രാവിലെ നടക്കും. അത് 7:30 മണിക്ക്, രാവിലെ 7:30 മുതൽ 9 മണി വരയ്ക്ക്. വൈകുന്നേരം 6:30 മുതൽ 8 മണി വരയ്ക്ക് അക്ഷരമണമാല. നിങ്ങൾക്ക് നാളെ നമുക്ക് തൃപ്പൂണിത്തുറയിൽ സാധിക്കുമെങ്കിൽ കാണാം. അരുണാചല ശിവ. ശിവാനന്ദലഹരി പുസ്തക പരിചയം. ശിവാനന്ദലഹരി ശങ്കരാചാര്യരുടെ ഈ കൃതി നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഈ കൃതി എഴുതിയത് ശങ്കരാചാര്യര് ശ്രീശൈലത്തിൽ വെച്ചാണ്. അപ്പോൾ ശ്രീശൈലം എന്ന് തന്നെ മല്ലികാർജുന മഹാലിംഗം ശിവാലിംഗിതം എന്ന് ഇതിൽ തന്നെ വരുന്നുണ്ട് ധാരാളം സ്ഥലത്ത്. അപ്പൊ ശ്രീശൈലത്തിൽ വെച്ചാണ് ഈ കൃതിയും യോഗതാരാവലി എഴുതിയത്. അപ്പൊ ഇത് അവിടെ വെച്ചാണ് മല്ലികാർജുന സ്വാമിയുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു. പക്ഷെ അവിടെ മലയാളികൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ നമ്മളിത് മലയാള പുസ്തകമായതുകൊണ്ട് ഇതൊരു പുനഃപ്രകാശനം പോലെ നമ്മളിപ്പോൾ ചെയ്യാണ്. ഇത് വീണ്ടും ഒന്ന് പുസ്തക പരിചയം, ഈ വിസ്താരമായിട്ടുള്ള ഈ വ്യാഖ്യാനം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവരൊക്കെ ഇതിൻ്റെ ശിവാനന്ദലഹരിക്ക് പ്രകാശിപ്പിക്കാൻ പ്രവർത്തിച്ചവരാണ്. അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഇതൊരു പുനഃപ്രകാശനം ചെയ്യാം. വേണമെന്നുള്ളവർക്ക് ശിവാനന്ദലഹരി പുസ്തകം അവിടെ ഉണ്ട്. ഭഗവത്ഗീതയുണ്ട്. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം